ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചല്ലോ. സംഭൂലമായ ഒരു വർഷം കൂടി നാം പിന്നിട്ടു. അതിശയകരമായ അത്ഭുതകരമായ കർത്താവ് നമ്മെ നടത്തിയല്ലോ. ഒരു പുതിയ വർഷം കാണുവാൻ ദൈവം നമുക്ക് സാവകാശങ്ങളെ ഒരുക്കി. ഈ ചാനലിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതായ സാക്ഷ്യങ്ങളൊക്കെ പ്രിയ ദൈവജനത്തിന് വളരെ അനുഗ്രഹമാകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി ഈ ചാനലിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മളോടൊന്നിച്ച് ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ മനോജ്. കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് വളരെ ബഹുമാനത്തോട് ആദരവോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററേ. സന്തോഷമായിരിക്കുന്നല്ലോ? സന്തോഷമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വിലപ്പെട്ട ദാസൻ്റെ സാക്ഷ്യം കേൾവിക്കാരാന്ന് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ടാൽ അത് അനുഗ്രഹമായി തീരും. കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന് വിലപ്പെട്ട ദാസനോട് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവകരങ്ങളിൽ എളിയവരെ വയ്ക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസൻ്റെതാണ്. ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന്റെ മഹത്വം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഒരു നല്ല പകൽക്കാലം കർത്താവ് തന്നതിനായി ദൈവചരിക്കലോട് സ്തോത്രം ചെയ്യുന്ന വിശ്വസ്ത കൃപാലുവായ കർത്താവിന് നന്ദി പറയുന്ന ഇപ്രകാരം എന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ജീവിതാദ്യമായി ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു TV ചാനലിൽ കർത്താവ് അവസരം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ജോയ്സ് ടി വിയുടെ എല്ലാ ഭാരവാഹികൾക്കും അധികമായി എന്റെ സ്നേഹവന്ദനം, അതുപോലെ ഞാൻ നന്ദി അറിയിക്കുന്നു. ലോകമെമ്പാടും നിന്നും എന്നെ ശ്രവിക്കാൻ പോകുന്ന എല്ലാ ദൈവമക്കൾക്കും നിങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഓർപ്പിക്കുന്നു. എന്റെ സാക്ഷികളെ കടക്കും മുമ്പായി ഒരു ചെറിയ പാട്ടിന്റെ 1-2 വരികൾ പാടാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. ആ പാട്ടിന്റെ വരികൾ എല്ലാവർക്കും അറിയാം. നമുക്ക് എന്നെ വളരെ സ്വാധീനിച്ച എന്റെ ജീവിതാനുഭവങ്ങൾ വളരെ അടുത്ത് കിടക്കുന്ന ഇടപഴകിയ ഒരു ഗാനമാണ്. ആ ചില വരികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഉന്നതൻ നാം യേശുവെങ്കിൽ ആശ്രയം വെച്ചിരിക്കും എന്ന പാട്ട് നമുക്ക് പാടാം. യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ ഉന്നതേനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടുമവൻ നിനക്കായി. ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടുമവൻ നമുക്കായി. ചാതഞ്ഞ ഓടിക്കില്ല, പുകയുന്ന ചിരിയെ കെടുത്തുകില്ല. ചാതഞ്ഞ ഓടിക്കയില്ല, പുകയുന്ന ചിരിയെ കെടുത്തുകില്ല. ജ്യോതിയായവൻ അവനല്ലയോ, ജാഗരിക്കാമവനെ നിത്യവും. ജ്യോതിയായവൻ അവനല്ലയോ, ജാഗരിക്കാമവനെ നിത്യവും. ഉന്നതനാ യേശുവിങ്കൽ
ആശ്രയം വെച്ചിടുകിൽ ഉന്നതനാ യേശുവിങ്കൽ ആശ്രയം വെച്ചിടുകിൽ ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടുവൻ ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ ഓ തുറന്നിടും അവൻ ഇന്നലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നിങ്ങളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു വാതിൽ അടഞ്ഞു എന്ന് തോന്നുമെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുറന്ന വാതിൽ തീരാൻ പോവുകയാണ്. ജീവിതയാത്രയിൽ എവിടെയെങ്കിലും ശുശ്രൂഷയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ചതഞ്ഞു പോയോ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. ഉയരങ്ങളിൽ നിങ്ങൾക്കായി വാതിൽ തുറക്കുന്ന, കരങ്ങൾ പിടിച്ച് വീണ്ടും ആ നിലത്ത് നിങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവിന് കഴിയും. എന്റെ ജീവിതയാത്രയുടനീളം ഈ പാട്ട് എന്നെ വളരെയധികം എന്നെ ശക്തിപ്പെടുത്തി. ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കും. പ്രാർത്ഥനയോടെ ഞാൻ എന്റെ സാക്ഷ്യം കിടക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് യേശുവേ, ഞാൻ പ്രാരംഭം അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് എന്റെ സാക്ഷ്യം പറയുവാൻ കർത്താവ് ഒരു അവസരം ജീവിതത്തിൽ നൽകിയല്ലോ. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കായി ഞാൻ നന്ദി പറയുന്നു. അനേക ഹൃദയങ്ങളിൽ ഇന്ന് ഈ സാക്ഷ്യം എടുക്കെ ഒരു പ്രചോദനമായി, അനുഗ്രഹമായി തീരട്ടെ. വിശേഷാൽ ജോയ്സി ടിവിയുടെ എല്ലാ പ്രവർത്തകർക്കായി, അണിയർ പ്രവർത്തകർക്കായി, ദേവദാസിന്റെ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. പരിശുദ്ധമാവേ, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയ വിധങ്ങളെ ഒന്ന് അയവിറക്കുവാൻ എന്നെ സഹായിക്കണം. വിട്ടുപോകാതെ എല്ലാം സംസാരിപ്പാൻ സ്വർഗത്തിന്റെ ആത്മാവ് വിവേകത്തോടെ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണമേ. യേശുവിൻ പ്രാർത്ഥന നടക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. എന്റെ പേര് ഫാസ്റ്റർ മനോജ്. ഞാന് കോട്ടയം ജില്ലയിലെ ചിങ്ങവനത്താണ് എന്റെ ജനനം. അനുഗ്രഹപ്പെട്ട മാതാപിതാക്കളാൽ ഏതാണ്ട് 4ാമത്തെ ക്രൈസ്തവ തലമുറയിൽ 1974 ഡിസംബർ 23 എനിക്ക് വേണ്ടിയായി തീർന്നു. എനിക്ക് കുടുംബമുണ്ട്. എന്റെ ഭാര്യയുടെ പേര് സോഫിയ എന്നാണ്. 2 കുഞ്ഞുങ്ങൾ. മൂത്തയാൾ ആശീഷ്, രണ്ടാമത്തെ ആൾ അഭിഷേക്. മൂത്തയാളൊരു ഗിറ്റാറിസ്റ്റ് ആണ്, രണ്ടാമത്തെ ആളൊരു കീബോർഡിസ്റ്റ് ആണ്. രണ്ടാമത്തെ ആൾ എൻ്റെ കൂടെ ഇപ്പം പാട്ടിന് എന്നെ സഹായിച്ചത്. രണ്ടുപേരും ജീവിതത്തിൽ അവരുടെ പഠനത്തിന്റെ കാലഘട്ടങ്ങളുടെ ഇടയിൽ ഒരു വർഷം ഒരു ഗ്യാപ്പ് എടുത്ത് ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് അതിനുശേഷം കർത്തൃവേലയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. പ്രാരംഭമായി ഞാൻ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ കടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ പ്രാരംഭ കാലഘട്ടങ്ങളിലൂടെ ഒന്ന് പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഇന്ന് ഞാൻ ആയിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിൽ എത്തിച്ചേർന്ന ആ ജീവിതയാത്രയെ കുറിച്ച് പടിപടിയായി ഞാൻ കൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ഷമയോടുകൂടി എൻ്റെ കൂടെ കേൾക്കണമേ, എൻ്റെ ഒപ്പം ഇരിക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക നിലവാരമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നു. പക്ഷെ എന്റെ മാതാപിതാക്കളുടെ ജോലി ബന്ധത്തിൽ അവര് നാഗാലാൻഡിലായിരുന്നു. ഞാൻ എന്റെ ഗ്രാൻഡ് പേരൻസ് കൂടിയാണ് നാട്ടിലെ എന്റെ പഠനകാലം ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ചർച്ചിലും മറ്റെല്ലാ മതവിഭാഗങ്ങളും ബന്ധപ്പെടാനും അവരുടെ എല്ലാ റിച്വൽസിനും പങ്കെടുക്കാനും പോകാനും നാനാവിധ ജാതി മതസ്ഥമായ ഒരു സമാനമായ ഒരു മനസ്ഥിതിയിൽ ഒന്നിച്ചു കൊണ്ടുപോകുവാനും എനിക്ക് കഴിഞ്ഞിരുന്നു. കാരണം എന്റെ മനസ്സിൽ ചെറിയ കാലം മുതലേ ഒരു ബിസിനസ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ബിസിനസ് ഞാൻ തീരണം എന്നുള്ള എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും ഒരു ചെറിയൊരു ജോലി വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ഓഫീസിനകത്ത് ഒരു ഫാനിന്റെ അടിയിൽ ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ മനസ്സിൽ എപ്പോഴും വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങി വിശാലമായ ജയിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പഠനകാലത്ത് അധികം ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. വളരെ കുറച്ച് സമയങ്ങൾ ചർച്ചയിൽ ഞാൻ പോയിട്ടുള്ളൂ. സൺഡേ സ്കൂളിൽ എന്റെ ഓർമ്മയിൽ വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പാട്ടുകളും വളരെ കുറച്ച് എനിക്ക് അറിയത്തുള്ളൂ.
പഠനത്തിൽ വളരെ മികവുറ്റിരുന്നു. എല്ലാ ക്ലാസ്സിലും ഒന്നാമനായി പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാതാപിതാക്കളുടെ ആഗ്രഹം പ്രതീക്ഷിച്ച് ഞാനൊരു ഡോക്ടറാകുന്നുള്ളതായിരുന്നു. അവരുടെ ആഗ്രഹത്തിൽ വ്യത്യാസം വന്നില്ല. ദൈവനെ ഡോക്ടറാക്കി എങ്ങനെയെന്ന് ഞാൻ പറയാം. ആ സ്തോത്രം. എന്നാൽ എന്റെ ഉള്ളിൽ ആ ബിസിനസ് മൈൻഡ് ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ 17ാമത്തെ വയസ്സിൽ ഞാനൊരു ബിസിനസ് ആരംഭിച്ചു. പലവിധ ബിസിനസ് ആരംഭിച്ചു. ചിട്ടി കമ്പനികൾ തുടങ്ങി. ചിട്ടി കമ്പനി തുടങ്ങി. ഗുജറാത്തിൽ നിന്നും ബറോഡയിൽ നിന്നൊക്കെ തുണിത്തരങ്ങൾ വരുത്തി വിൽക്കുന്ന കട തുടങ്ങി. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും എനിക്ക് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങള് വരുത്തി വിൽക്കുന്ന കട തുടങ്ങി. വണ്ടി വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്ന കടകൾ തുടങ്ങി. അങ്ങനെ ഒരു 17 മുതൽ 20 വയസ്സുള്ള കാലഘട്ടങ്ങൾക്കകത്ത് അസാധാരണ നിലയിൽ ബിസിനസ് വളർച്ച ഉണ്ടായി. നല്ലൊരു ഓഫീസ്, ഒരുപാട് സ്റ്റാഫ്, ചിന്തിക്കാൻ അപ്പുറമായിട്ടുള്ള സാമ്പത്തിക നന്മകള്, ബന്ധങ്ങള് ഒക്കെയായിട്ട് 20-21 വയസ്സിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് 4 സഹോദരന്മാർ വീട്ടിൽ വന്നു. ഒരു വെള്ളിയാഴ്ചയാ. അപ്പൊ അവരെന്റെ അമ്മയോട് സംസാരിച്ച് അവർ പറഞ്ഞ മമ്മിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ ഞങ്ങളെ ഒരു സ്ഥലം, ഒരു വീട് ഞങ്ങളെ കാണിച്ചു. ആ സ്ഥലം വീട് തപ്പി ഞങ്ങൾ ഇറങ്ങിയതാ. അങ്ങനെ തപ്പി വളരെ നേരത്തെ പരിശ്രമ ശേഷമാണ് ഈ വീട് ഞങ്ങൾ കണ്ടെത്തിയത്. എന്റെ വീട് ഒരു വലിയൊരു ചിറ എന്ന് പറയും കേരളത്തിലെ കോട്ടയം ജില്ലയിലെ. ഉയർന്ന ഒരു സ്ഥലമാണ്. പാടശേഖരം ചുറ്റും ആണ് ഉള്ളത്. അതിനകത്ത് ഒറ്റപ്പെട്ട വീടാണത്. ദൈവാത്മാ സഹോദരന്മാർ അങ്ങനെ വീട് കാണിച്ച് പാടശേഖരത്തിന് നടുക്ക് ഉയർന്ന ഒരു പറമ്പ് അല്ലെങ്കിൽ ചിറ എന്ന് പറയും. അതിനകത്ത് ഒരു വലിയ വീട്. ആ വീട് തപ്പി അത് കണ്ടുപിടിച്ചു. അവര് വന്ന് അമ്മയോട് പറഞ്ഞ്, ഈ വീട് കർത്താവ് ദിവസം ഞങ്ങൾ കാണിച്ചു. ഈ വീട്ടിൽ നിന്ന് ഒരാളെ കർത്താവിനെ വേദിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് പറഞ്ഞു. അപ്പോ എന്റെ മമ്മി പറഞ്ഞ്, ഇവിടെ ആകെ 2 പേരുടെ അപ്പനും മോനും ഉണ്ട്. 2 പേരും ജോലിക്കാരാണ്. ഒരാൾ ബിസിനസ്സുകാരൻ, ഒരാൾ ജോലിക്കാരനുണ്ട്. ഇവർ ആരാ പോകുന്ന അറിയില്ല. എന്തായാലും 2 പേരും പറഞ്ഞു നോക്കുക. അപ്പം പപ്പ ആ സമയത്ത് അവിടെ ഇല്ല. എന്നെ വന്ന് ഓഫീസിൽ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു കൊള്ളാം, പക്ഷെ അതൊരു പപ്പയായിരിക്കാം. ഞാനങ്ങ് ചാൻസ് ഇല്ല. കാരണം ഞാൻ ഈ ബിസിനസ് വിട്ട് ഉടനെ പോകുന്ന സാധ്യതയൊന്നും ഇല്ല. അഥവാ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു ബിസിനസ്സുകാരനായി പൈസ ഉണ്ടാക്കി മിനിസ്ട്രി സഹായിച്ചോളാം. മിനിസ്ട്രിയിൽ ഒന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും നന്ദി, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഉത്തരം കേട്ടു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം: അപ്പനോ മോനോ ഒരാള് പോയേ പറ്റുള്ളൂ. അത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. അത് നിങ്ങൾ തീരുമാനിച്ചു ആര് പോകണമെന്ന്. ഒരാള് പോയേ പറ്റുള്ളൂ. അത് കർത്താവ് ഞങ്ങൾ സ്പഷ്ടമായി പറഞ്ഞാണ്. ഞങ്ങൾക്കത് വ്യക്തതയുണ്ട്. ഞങ്ങൾ ആ സന്ദേശം നിങ്ങൾ കൈമാറുകയാണ്. യു ക്യാൻ ഡിസൈഡ്. അങ്ങനെ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചു പോയി. പക്ഷെ പിന്നീടും എന്റെ ബിസിനസ്സുകൾക്ക് വർധന ഉണ്ടായുള്ളൂ. ഞാൻ ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞു. അങ്ങനെ 2007 അവസാനം ബിസിനസ് നന്നായി പോകുന്ന സമയമാണ്. പെട്ടെന്ന് എനിക്കൊരു ക്ഷീണം ഉണ്ടായി, ശാരീരിക ക്ഷീണം ഉണ്ടായി. 2007 അവസാന കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് ഛർദ്ദിക്കണമെന്നൊരു തോന്നലുണ്ടായി. ഛർദ്ദിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ ക്ഷീണിതനായി. പെട്ടെന്ന് എന്റെ കൂട്ടുകാരെല്ലാവരും കൂടി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തായാലും യൂറിനും കൂടി എടുക്കണം. യൂറിൻ എടുത്തു, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് എടുത്തു. യൂറിൻ എടുത്തപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നില്ല. കാരണം യൂറിന് ഒരു മഞ്ഞൾ കലക്കിയ ഒരു കളറ്. എന്തായാലും കൊടുത്തു. ടെസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു, രക്തത്തിലെ ജോണ്ടിസ് വളരെയധികം ഉണ്ട്, ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല, നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. കോട്ടയം മെഡിക്കൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എന്റെ ശരീരത്തിൽ ഇത് വളരെ ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞു. അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇനി ഇല്ല. വെള്ളം കുടിക്കുക, ട്രിപ്പിടുക, ചില മരുന്നുകൾ കൊടുക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ചെയ്താലും രക്ഷപ്പെടാൻ സാധ്യത 1% ഉള്ളൂ. രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് എനിക്ക് ഒരേ ഒരു പെങ്ങളാവുള്ളത്. അവളുടെ MIC വാർഡിലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വീട്ടുകാർക്കെല്ലാം കാര്യം മനസ്സിലായി. ഡോക്ടർമാർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. അവർ സജസ്റ്റ് ചെയ്തു വീട്ടിൽ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാം. അപ്പൊ ഞാനും ഒരു കാര്യം ശ്രദ്ധിച്ചു, എന്റെ അപ്പുറം ഇപ്പുറയും കിടക്കുന്ന ആൾക്കാരൊക്കെ അപ്രത്യക്ഷമാവുകയാണ്. പലരും
മരിച്ചു പോവുകയാണ്. കാരണം അത്യാസന്നയിലുള്ള ആളുകൾ മാത്രം ചുറ്റുമുള്ളത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ വാർഡ് മരിക്കുന്നവരെ കൊണ്ടിടുന്ന വാർഡാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അവിടെ നിന്ന് ഡിസ്ചാർജ് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് എന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു. ശരീരം തടിച്ചു, വണ്ണം വെച്ചു, ദേഹമാസകലം മഞ്ഞ കളറായി. എന്റെ വിയർപ്പ് തുള്ളികൾ പോലും ബിലുറുബിൻ പുറത്തു വരച്ച നിലയില് കൂടിപ്പോയി. അപ്പോൾ ആരോ പറഞ്ഞ് കോട്ടയം തോട്ടയ്ക്കാട് സ്ഥലത്ത് മേനാശ്ശേരി സ്ഥലത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, അവിടെ പോയാല് ഭേദമുണ്ടാവും. അവിടെ പോയി ചികിത്സ ചെയ്തു. പക്ഷെ 19% എന്നുള്ളത് 21% വരെ വർദ്ധിച്ചല്ലാതെ മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ വീട്ടിലെ ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ അധികം പേര് വരുന്നില്ല. കാരണം പലർക്കും പേടിയായി ഈ മഞ്ഞപ്പിത്തം പകർന്നെങ്കിലോ. അതുവരെ എന്റെ വീടും എന്റെ ഓഫീസിൽ എപ്പോഴും നിറയെ ആളാ. പക്ഷെ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ സ്നേഹിച്ചവരും എന്റെ ഒപ്പം നടന്നവരൊക്കെ പലരും വരാതായി, വിളിക്കാതായി, കാണാതായി. രണ്ടാ കാരണം. ഒന്ന്, പകരുമെന്നൊരു പേടി. രണ്ട്, എന്റെ ഒരുപാട് പൈസ അവരിലേക്ക് കിടപ്പുണ്ട്. അപ്പോൾ മരിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് അവരുടെ അടുത്തേക്ക് ഇനി പോയാൽ പൈസ കൊടുക്കുന്ന വന്നെങ്കിലോ. അതുകൊണ്ട് അവര് നൈസായിട്ട് അവര് എല്ലാവരും മുങ്ങി. അപ്പൊ ഇതിൽ ഒരുപാട് പൈസ വെളിയിലാണ്, മരണം മാത്രമേ മുന്നിലുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയം എന്റെ അമ്മ എനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നു. ചെറിയ പുസ്തകമാണ്, മറ്റൊന്നുമല്ല, ന്യൂ ടെസ്റ്റ്മെന്റാ. അപ്പൊ ഞാനതിങ്ങനെ വായിക്കുക. അന്ന് ഒരു ബൈബിൾ വായിച്ചിട്ടില്ല, ആദ്യമായി ബൈബിൾ വായിക്കുക. അപ്പൊ അമ്മയുടെ നിർബന്ധത്തിൽ ഞാൻ വായിക്കുകയാണ്. ബൈബിൾ ഇങ്ങനെ വായിച്ചു തന്നപ്പോൾ അതിൽ 1:24 വാക്യം എന്നെ സ്പർശിച്ചു. അവന്റെ അടിപ്പിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ആ വചനം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അവന്റെ അടിപ്പിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സംബടി ആരോ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കിടക്കെ കിടന്നുകൊണ്ട് തന്നെ മമ്മിയോട് വിളിച്ചു, അമ്മ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കണ്ടു, കർത്താവിന്റെ സൗഖ്യമാക്കുമോ? അമ്മ തീർച്ചയായും സൗഖ്യമാക്കും. അവരുടെക്കുള്ളിൽ തേങ്ങലുകളും ഒറ്റപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാം. പക്ഷെ ഞാൻ ആ വചനം എന്നെ സ്പർശിച്ചു. എന്നോട് വചനം സംസാരിച്ചു. അവന്റെ അണിപ്പിനാൽ നീ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് എന്നോട് ആരോ പറഞ്ഞു. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ചു. ഞാൻ പറയും, കർത്താവേ, അങ്ങയുടെ ഈ വചനം സത്യമാണെങ്കിൽ എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കാം എന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. ആ സമയം തന്നെ ഞങ്ങളുടെ ദേവദാസന് ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു പാസ്റ്റർ എന്റെ അടുക്കൽ വന്ന് അദ്ദേഹം എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചോദിച്ച കാര്യം, മനോജ്, ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ സൗഖ്യമായാൽ ഞാൻ എന്നെ സൗഖ്യമാക്കി കർത്താവിനോട് ഞാൻ നിൽക്കും എന്ന് പറഞ്ഞേ. അദ്ദേഹം ഒരിക്കലും പ്രാർത്ഥിച്ച് പറഞ്ഞു, നീ മരിക്കില്ല, ദൈവം നിന്നെ സൗഖ്യമാക്കും പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്കുള്ള എനിക്ക് എന്നെ സ്പർശിച്ചത്, അദ്ദേഹം എന്റെ അടുക്കൽ ഇരുന്ന് എന്റെ കൈ പിടിച്ചിട്ടാണ് പറഞ്ഞത്, നീ മരിക്കില്ല, ദൈവം എന്നെ ഉപയോഗിക്കാൻ പോകാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ആ സ്നേഹം എന്നെ ഏറ്റവും സ്പർശിച്ചു. തന്റെ വാക്കിലേക്കാളും എന്റെ ആ സ്നേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. മരിക്കാൻ പോകുന്ന പകരുന്ന അസുഖമുള്ള ഒരാളെ തൊട്ട് അതൊന്ന് കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കാൻ കാണിച്ച മനസ്സ്. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഞാൻ സൗഖ്യമാവുകയായിരുന്നു. തുടർന്നുള്ള 3 മാസം പതുക്കെ ഞാൻ സൗഖ്യമാകാൻ തുടങ്ങി. അങ്ങനെ 3 മാസങ്ങൾ കൊണ്ട് എല്ലാവരും ഉപേക്ഷിച്ച, എല്ലാ ഹോസ്പിറ്റലും കൈവിട്ട എന്നെ കർത്താവ് സൗഖ്യമാക്കാനായി തുടങ്ങി. 1998 അവസാന കാലഘട്ടങ്ങളിലാണിത്. ഞാന് ചുരുങ്ങിയ സമയം കൊണ്ട് സൗഖ്യം പ്രാപിച്ചു. ഞാൻ ശാസ്ത്രീയ വേഗത്തിൽ പോവുകയാണ്. സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കമ്മിറ്റ്മെന്റ് ഓർത്തു. ഞാൻ കർത്താവിന്റെ കൂടെ നിന്നോളാം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്റെ മറ്റ് ബിസിനസ്സുകളെല്ലാം നിർത്തിയിട്ട് ഇനി ആത്മീക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഞാൻ എന്റെ മറ്റ് ബിസിനസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ബുക്സ് കച്ചവടം തുടങ്ങി. നമുക്കറിയാമല്ലോ, ആത്മീയ ബുക്കുകൾ ആരംഭം മുതൽ ഇങ്ങോട്ട് സച്ചിൻ ലിറ്ററേച്ചർ വരെയുള്ള എല്ലാ പബ്ലിക്കേഷൻസിന്റെയും മെയിൻ ഡീലർഷിപ്പ് എടുത്തു. കാരണം എന്റെ പൈസ ഉള്ളതുകൊണ്ട് ഡീലർഷിപ്പ് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഡീലർഷിപ്പ് എടുത്തു. അങ്ങനെ ഞാൻ നല്ല നല്ല കടകളിലിട്ടു. നമ്മുടെ പോളിയോംബിച്ച പോലെയുള്ള വലിയ വലിയ ആളുകളുടെ മീറ്റിങ്ങുകൾക്ക് ഏറ്റവും വലിയ സ്റ്റാളുകൾ കിട്ടാൻ കർത്താവ് സഹായിച്ചു.
അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ മറ്റു ബിസിനസ് നിർത്തി. ഇപ്പോൾ ഞാൻ ബുക്സുകളും ബൈബിളുകളും വിൽക്കുന്ന ഒരാളായി മാറി. വലിയ വലിയ സ്റ്റാഫുകൾ. അവിടെ ഞാനൊരു വളരെ വൈദഗ്ധ്യം പ്രാപിച്ച ആളെ പോലെ നന്നായി ഒരു 10-30 സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ബുക്ക് സെല്ലറെ ഞാൻ മാറി. എന്റെ സ്റ്റോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ആരും മറ്റു സ്റ്റോളുകാർ വിജയിക്കാത്ത വണ്ണം അസാധാരണ നിലയിലെ കഴിവുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. അതേ അന്നത്തെ കാലഘട്ടങ്ങളിൽ പോൾ ജോബിച്ചൊക്കെ പ്രസംഗിച്ചിറങ്ങുന്ന സമയം തന്നെ 10-100 കാസറ്റ് ഒരുപാട് റെക്കോർഡ് ചെയ്ത് കൊടുക്കത്തക്ക നിലയിൽ ടെക്നോളജിയിൽ ഞാൻ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് വീണ്ടും കർത്താവിൽ സംസാരിച്ച്, നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഈ ബുക്സ് മാത്രം വെക്കുന്നല്ലോ. അപ്പൊ ഞാൻ തീരുമാനിച്ചു, എന്നാ പിന്നെ ശനി ഞായറാഴ്ചയും ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിന് പോകാം. ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു, ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിന് പോകാം. അങ്ങനെ എന്റെ വീടിനടുത്തുള്ള കുറിച്ചി ഹോമിയോ കോളേജ് സ്ഥലത്ത് ഞാനും ഒരു സുഹൃത്തുക്കൾക്കും ഞങ്ങൾ ട്രാക്ട് വിതരണത്തിന് പോവുകയാണ്. പല രോഗികളെയും കണ്ടു, പലരോട് സംസാരിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ കഴുത്ത് മുതൽ തല വരെ ഇങ്ങനെ ഒരു പുതപ്പ് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പേര്? എന്താ പേര്? തോമസ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം തോമസ് പറയുമ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കുമല്ലോ, എളുപ്പമുണ്ട് പറയാൻ, യേശുവിനെ പറ്റി പറയാമല്ലോ. അപ്പൊ ഞാൻ അതോ ചോദിച്ചേ, ആ ചേട്ടൻ എപ്പോഴെങ്കിലും യേശുവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ല ചേട്ടൻ, എന്താ പ്രശ്നം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്ന് പുതപ്പത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ കഴുത്ത് മുതൽ കാല് വരെ മൊത്തം വ്രണമാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ചേട്ടൻ ക്രിസ്ത്യാനി അല്ലേ? യേശുവിനെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ സൗഖ്യമാക്കാൻ? ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിച്ചു. പക്ഷെ വളരെ ദേഷ്യത്തോട് അദ്ദേഹം പറഞ്ഞ് ഇല്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? അദ്ദേഹം ചോദിച്ചു, എന്തിന് ഞാൻ പ്രാർത്ഥിക്കണം? ഞാൻ ചോദിച്ചു, ചേട്ടാ അതൊരു സത്യമാണ്, അത് എന്തിന് പ്രാർത്ഥിക്കണം? നമ്മൾ സൗഖ്യമാക്കാനും പ്രാർത്ഥിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിന് സൗഖ്യമാക്കാൻ യേശുവിന് പ്രാർത്ഥിക്കണം? യേശുവിന് എന്നെ അറിയത്തില്ലേ? എനിക്ക് യേശുവിനെ അറിയാമല്ലോ. അപ്പോൾ യേശുവിന് വേണേ സൗഖ്യമാക്കട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും പെട്ടു. കാരണം അദ്ദേഹത്തോട് എന്റെ സൗഖ്യത്തെ പറ്റി പറയാൻ വേണ്ടി ഞാൻ പോയത്. പക്ഷെ ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ, അദ്ദേഹം ക്രൈസ്തവ ജനിച്ചു വളർന്ന ആളാണല്ലോ. അപ്പൊ ഇനി എന്തിനാ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിനെ സൗഖ്യമാക്കാൻ പോരെ? എനിക്കൊന്നും പിടികിട്ടിയില്ല. എനിക്ക് എന്റെ സൗഖ്യം മാത്രം അറിയാം, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. എങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല, യേശുവിനെ പറ്റി ഒരു വാക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ വളരെ നൈസായിട്ട് അവിടുന്ന് മുങ്ങിപ്പോന്നു. ആ യാത്ര തിരിച്ചു പോരുമ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ജീവിതത്തിൽ ഞാൻ ആ കിടക്കയിൽ കിടന്ന ആ സമയത്ത് 4 ചാപ്റ്റർ വായിച്ചിട്ടുള്ളതല്ലാതെ ബൈബിൾ ഞാൻ വായിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒന്നുകൂടി തിരിച്ചു നോക്കിയപ്പോൾ എന്റെ കടയിലും എന്റെ വീട്ടിലുമായിട്ട് എന്റെ ഷോറൂമുകളൊക്കെ, എന്റെ ബുക്ക് സ്റ്റോളുകളൊക്കെ ആയിട്ട് 10,000-കണക്കിന് ബൈബിൾ ഇരിക്കുകയാണ്. ബൈൻഡ് ചെയ്തതും ബൈൻഡ് ചെയ്യാത്തതും പല ഭാഷകളുള്ള ബൈബിൾ ഇരിക്കുന്നു. പക്ഷെ ഞാനിതൊന്നും ഒരിക്കലും വായിച്ചിട്ടില്ല. ഞാനൊരു ബൈബിൾ കച്ചവടക്കാരൻ മാത്രമാണ്. 100 രൂപയുടെ സാധനം 50% ഡിസ്കൗണ്ട് എടുത്തിട്ട് 30, 70, 80 കൊടുക്കുന്ന ബിസിനസ്സുകാരനാണ്. അന്ന് ഞാൻ പറയും, കർത്താവേ, ഞാൻ അങ്ങോട്ട് തീരുമാനത്തിൽ എനിക്ക് തെറ്റുപറ്റി. ഞാൻ എന്റെ ബിസിനസ് നിർത്തി. ഞാൻ ആത്മീയ കച്ചവടക്കാരനായി മാറി, ബൈബിൾ കച്ചവടക്കാരനായി മാറി. ഞാൻ ബൈബിൾ ഇവർ വായിച്ചിട്ടില്ല. ബസ് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അന്ന് ഞാൻ എന്റെ ബൈബിൾ കച്ചവടം ഞാൻ നിർത്തി. എന്റെ ബുക്സ് എല്ലാം തിരിച്ചേൽപ്പിച്ചു. ആളുകളെല്ലാം പറഞ്ഞു വിട്ടു. ഞാൻ തീരുമാനിച്ചു വന്ന് 1998 ജൂലൈ മാസം 7-നാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കർത്താവിന് വചനം പഠിക്കാൻ എനിക്ക് പോകണം. ഇതെന്താണ് ഈ വചനത്തിരിക്കുന്നത്? യേശു ആരാണെന്ന് എനിക്ക് അറിയണം. ഞാൻ ബൈബിൾ വിൽപ്പനക്കാരനാണ്, എന്നാൽ യേശുവിനെ എനിക്ക് അറിയില്ല. ഞാൻ കർത്താവ് ശ്രമിച്ച, കർത്താവെ, ഇനിമേൽ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യത്തില്ല. പകരം ഞാൻ നിന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. എന്നെ പഠിക്കാനായിട്ട് എന്നെ അനുവദിക്കണം. അങ്ങനെ 1998 ഓഗസ്റ്റ് മാസം ഞാൻ ഊട്ടിയിലുള്ളതായിരിക്കുന്ന ഒരു ബൈബിൾ സ്കൂളിലേക്ക് വചനം പഠിക്കാനായിട്ട് എന്റെ എല്ലാ ബിസിനസ്സും സ്റ്റോപ്പ് ചെയ്ത്. ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്നെ കാത്തിരുന്ന വലിയൊരു കടഭാരമായിരുന്നു. കാരണം പെട്ടെന്ന് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അറിയാം, ഒരുപാട് കടങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വണ്ടിയുടെ CC, ലോണുകളെ, പലതും എന്റെ മുമ്പിൽ വലിയ കടങ്ങളായിട്ട് മുമ്പിൽ വന്നു. മാത്രമല്ല, ഞാൻ പറഞ്ഞൊരിക്കൽ ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു, അവരും എന്നെ തേടി വന്നു. അപ്പോൾ ഞാൻ രണ്ടിനും ഇടയ്ക്കായി ഞാൻ എന്ത് ചെയ്യും കർത്താവേ? എനിക്ക് പഠിക്കാൻ പോകണം, എന്റെ വീട്ടിൽ കടഭാരങ്ങളുണ്ട്. ആ സമയം എന്റെ
സഹോദരിയും അതുപോലെ എൻ്റെ കുടുംബവും അവർക്കുണ്ടാകുന്ന സകല ആസ്തികളും അവരെ വിറ്റുപെറുക്കി അവരുടെ ലോൺ അവരുടെ PF അതിൻ്റെ അവരെന്നെ ആ വലിയ കടഭാരത്തിൽ നിന്ന് അവരെ വിടുവിച്ച് സന്തോഷത്തോടെ എന്നെ ബൈബിൾ സ്കൂളിലേക്ക് അയക്കാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ 0 ബാലൻസിലാണ് ബൈബിൾ സ്കൂളിലേക്ക് കയറുന്നത്. എല്ലാ മാസവും ഒരു കുറഞ്ഞ 5 ഷർട്ട് മാറി മേടിക്കുന്ന ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് 0 ബാലൻസിൽ കുറച്ച് തുണികൾ മാത്രമായി എന്റെ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുകയാണ്. അവിടെ ബൈബിൾ സ്കൂളിൽ ചെന്ന് വചനം പഠനം തുടങ്ങിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടായ ആദ്യത്തെ സംശയം, എന്താണ് എന്റെ കോളിങ്, എന്റെ വിളി എന്താണ്? ഓഫ്കോഴ്സ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിച്ചു, ഞാൻ മരിച്ചു പോണവനായിരുന്നു, ഞാൻ ജീവനോടിരിക്കുന്നു. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അങ്ങേക്ക് എന്ത് ചെയ്യണം? There is a question remaining in my heart. How can I realize my calling? എന്റെ കോളിംഗ് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? मेरे बुलाहट को कैसे पहचान कर सकता है? കർത്താവ് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് അറിയില്ല. ഞാൻ എല്ലാവരും മാലവാടി ചോദിച്ചു, എന്റെ അധ്യാപകർ ചോദിക്കും, പലരും കാലഘട്ടം ചോദിക്കും, ഹൗ ക്യാൻ ഐ റിയലൈസ് മൈ കോളിംഗ്? യൂസ് ടു സേ സം എക്സാമ്പിൾസ്. അവർ പല എക്സാമ്പിൾസും പല കാര്യങ്ങൾക്കും പറയും, പക്ഷെ എനിക്ക് അതൊന്നും എന്നെ തൃപ്തനാക്കിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ PG വർഷങ്ങളുടെ ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കാനിടയായി തീർന്നു. ഈ പുസ്തകം എൻ്റെ ഒരു ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു പിക്ചർ എനിക്ക് ഏകദേശം കിട്ടുന്നത്. അപ്പോൾ എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായി, എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം, നോർത്ത് ഇന്ത്യയിലുള്ള ഗ്രാമങ്ങൾ എനിക്ക് കാണണം, അവിടെ പോയി അവരോട് യേശുവിനെ കുറിച്ച് പറയണം. പക്ഷെ ഹിന്ദി അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഞങ്ങളെ ഹിന്ദി വിദ്വാൻ കോഴ്സിന് ഊട്ടിയിൽ ചേർന്നു. അപ്പോൾ ഹിന്ദി വിദ്വാൻ കോഴ്സ് പഠിക്കുന്നു, ബൈബിൾ പഠിക്കുന്നു. ഒപ്പം ഇംഗ്ലീഷ് ഹിന്ദി ട്രാൻസ്ലേഷൻ എല്ലാ ദിവസവും പകല് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് പോയി ഞങ്ങൾ തന്നെ ചെയ്യുക. അറിയാവുന്ന പോലൊക്കെ ഹിന്ദിയിലൊക്കെ ട്രാൻസ്ലേറ്റ് പഠിക്കുക. ഹിന്ദി പഠിക്കണം, ഹിന്ദിയിൽ പ്രസംഗിക്കണം, ഹിന്ദിക്കാരുടെ ഇടയിൽ പോകണം. ആ ഒപ്പം തന്നെ വില്യം കേരിയുടെ ലൈഫ്, തന്റെ മിഷണറി ജീവചരിത്രം എന്നെ സ്വാധീനിച്ചു. ഞാൻ പലവട്ടം അത് വായിച്ചു. ഒരു വിദേശ മിഷണറിക്ക് ഇന്ത്യയിൽ വന്ന 18ാമത്തെ ശതകത്തിൽ ഇന്ത്യയിൽ ജീവിച്ച് സുവിശേഷ വേല ചെയ്യാമെങ്കിൽ ഈ 20ാം നൂറ്റാണ്ട് എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? എനിക്കും ചെയ്യണം. ഈ 2 വ്യക്തികൾ എന്നെ സ്വാധീനിച്ചു. വില്യം കേരി അതുപോലെ PG സംഘങ്ങളുടെ ആ ബുക്ക് എന്നെ സ്വാധീനിച്ചു. 3, ഞാൻ എന്റെ ഒരു അധ്യാപകർ ചോദിച്ചു, എന്റെ കോളിംഗ് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാം ചെയ്തു നോക്കുക. ഒരു പക്ഷെ കേൾക്കുന്ന പലർക്കും ഈ സംശയം ഉണ്ടാവാം. എനിക്കൊരു ഉത്തരം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു പാട്ട് പാടി നോക്കുക. ആ പാട്ട് പാടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷവും അത് കേൾക്കുന്നവർക്ക് ആദ്യം സന്തോഷം ഉണ്ടെങ്കിൽ റിയലൈസ് യു ഹാവ് എ കോളിംഗ് ടു സിംഗ് സോങ്സ്. അടുത്ത, നിങ്ങളൊരു ബുക്ക് എഴുതി നോക്കുക. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വായിക്കുക. ആ വായിച്ച് എഴുതി നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, ആ ബുക്ക് വായിച്ച് മറ്റൊരാൾക്കൊരു സന്തോഷം തോന്നുന്നു, ഒരാൾക്ക് വർഷം തോന്നുമെങ്കിൽ റിയലൈസ് യു ഹാവ് എ ടാലന്റ് ടു റൈറ്റ്. നിങ്ങൾക്ക് എഴുതുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ മെസ്സേജ് പറഞ്ഞു നോക്കുക. മെസ്സേജ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളകത്ത് ആത്മസന്തോഷം ഉണ്ട് എങ്കിൽ, ആ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പ്രസംഗിക്കാനൊരു കഴിവുണ്ട്. നിങ്ങൾ മറ്റൊരാൾ സുവിശേഷം സംസാരിക്കുക. ആ ആള് സുവിശേഷം സംസാരിച്ച് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ആത്മസന്തോഷമുണ്ട്. ആ കേൾക്കുന്ന ആളുകൾ ആത്മസന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് ഒരു കോളിംഗ് നിങ്ങൾക്കുണ്ട്. അന്ന് മുതൽ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് ചെയ്ത് 1998 മുതൽ 2021 വരെ 3 വർഷം ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ശാരദ ഫെലോഷിപ്പിനോട് ചേർന്ന് ഒരു ചർച്ച് പ്ലാൻ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. പല വീടുകളിൽ മലമുകളിൽ കടന്നുപോയി രാത്രിയിൽ കോടമഞ്ഞിൽ ശ്വാസം കിട്ടാത്ത നിലയിൽ ഉയരങ്ങളിൽ താണ്ടിപ്പോയി അവർ സുവിശേഷം പറയാൻ, അവരുടെ അടുക്കൽ സംസാരിപ്പാൻ കർത്താവിനെ സഹായിച്ചു. അപ്പോൾ ഈ കാലഘട്ടങ്ങൾ കൊണ്ട് തമിഴ് ഞാൻ പഠിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒരു പക്ഷേ തമിഴ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ കർത്താവിന് നിർത്തുമായിരിക്കുമോ?
പക്ഷെ കർത്താവ് പറഞ്ഞു, തമിഴ്നാട്ടിൽ നിർത്തുമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾ നിന്നെ ആദ്യം വിളിക്കും. എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഞാനിങ്ങനെ ഗ്രാജുവേഷൻ സർവീസ് ഇരിക്കുകയാണ്. ആ ദൈവശബ്ദം കേട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നെ ആരാണ് വിളിക്കുന്നത് അവിടെ ഞാൻ പൊക്കോളാം. തമിഴ്നാട്ടിലെങ്കിൽ തമിഴ്നാട്, നോർത്ത് ഇന്ത്യ എങ്കിൽ നോർത്ത് ഇന്ത്യ. എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ ആഹാരം കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദേവദാസിന്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്ലാൻ, വാട്ട് ഈസ് യുവർ ഗോൾ? ഞാൻ പറഞ്ഞു, ഐ ഹാവ് ടു സേവ് ദ ഗോഡ്. എനിക്ക് ദൈവത്തെ സേവിക്കണം, കർത്താവ് വേല ചെയ്യണം, അത്രേ എനിക്ക് അറിയാവുള്ളൂ. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ്, ദിസ് ഈസ് ഐ വാസ് പ്രേയിങ്. ഞാൻ ഇതാണ് പ്രാർത്ഥിക്കുന്നത് ഈ സമയം. ഇവിടെ എന്നെ ആരെങ്കിലും നോർത്ത് ഇന്ത്യക്ക് വിളിച്ചാൽ ഞാൻ തിരിച്ചറിയും എനിക്ക് നോർത്ത് ഇന്ത്യ വിളിയുണ്ട്. അല്ല, ഞാൻ പഠിക്കുന്ന കോളേജിൽ തന്നെ വിളിച്ചാൽ ഞാൻ മനസ്സിലാക്കും തമിഴ്നാട്ടിലാണ് എന്റെ വിളി. എനിക്ക് തമിഴ് നന്നായിട്ട് എനിക്ക് അറിയാം, പഠിക്കുകയും ഞാൻ ചെയ്തു. പക്ഷെ എന്നെ ഒരിക്കലും പരിചയമില്ലാത്ത, എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ ദൈവഭക്തൻ ന്യൂ ഇന്ത്യ ബൈബിൾ സ്കൂളിന്റെ അന്നത്തെ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ ആ ഗ്രാജുവേറ്റ് സർവീസ് വിളിച്ചത് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ദൈവത്തോട് കമ്മിഷൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞു, യെസ് സാർ, ഐ വിൽ ഗോ. അങ്ങനെ എന്നെ ഭോപ്പാലിലേക്ക് അയച്ചു. ഞാൻ ഭോപ്പാലിൽ കടന്നു ചെന്ന് ഭോപ്പാലിൽ പിപ്ലാനി ഒരു സ്ഥലത്താണ് ഞാൻ അന്ന് ആദ്യമായി ഞാൻ കത്തുവലിയായിരിക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുന്ന 6 മാസങ്ങൾ കൊണ്ട് തന്നെ അവിടെ ചില വ്യക്തികൾ സ്നാനപ്പെട്ട ദൈവസഭയിലെ കടവരടിയായി തുറന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് നോർത്ത് ഇന്ത്യ എനിക്കൊരു വിളിയുണ്ട്, പേഴ്സണൽ ഇവാഞ്ചലിസത്തിൽ എനിക്കൊരു വിളിയുണ്ട്. ഒരു വ്യക്തിയോട് ഹൃദയത്തോട് തുറന്ന് ഹൃദയമായി ഇടപഴകി സംസാരിപ്പാൻ കർത്താവിനെ ഉപയോഗിക്കുന്ന എനിക്ക് മനസ്സിലായി. എന്നാൽ പെട്ടെന്ന് എനിക്കൊരു ട്രാൻസ്ഫർ അവിടെ നിന്ന് കിട്ടി. ആ ട്രാൻസ്ഫർ ബോംബെയിലേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ട്രാൻസ്ഫർ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ മനസ്സിലോട് കൂടി ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ എനിക്ക് കിട്ടിയ പ്രവർത്തന മേഖല മലയാളിയുടെ ഇടയിലാണ്. ഇനിയുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പ്രവർത്തിച്ചു. വളരെ മനോഹരമായ ഒരു ചർച്ച അവിടെ ഉണ്ടായി. ആ ചർച്ച വളരെ സന്തോഷകരമായി പോവുകയാണ്. നല്ലൊരു ക്രൗഡുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്, വിവാഹിതനല്ല. അത്യാവശ്യം നല്ല സാമ്പത്തിക നന്മ ചർച്ച ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ എനിക്ക് സന്തോഷമായില്ല. കാരണം എന്റെ ഉള്ളിൽ അപ്പോഴും ഹിന്ദി സംസാരിക്കണം, ഹിന്ദിയിൽ പ്രസംഗിക്കണം, ഹിന്ദിയാണ് എന്റെ മനസ്സ് മൊത്തം. പക്ഷെ വരുന്ന ആളുകൾ മൊത്തം മലയാളികളാണ്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് എന്റെ ലീഡറോട് പറഞ്ഞു, സാർ, എനിക്ക് ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ വേണം. ആദ്യം എന്നെ ട്രാൻസ്ഫർ തന്നു വിട്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു, എനിക്കൊരു ട്രാൻസ്ഫർ വേണം, എനിക്ക് ഹിന്ദി സംസാരിക്കുന്ന ആളുകളിലേക്ക് പോകണം. ഞാൻ ബോംബെയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് തിരഞ്ഞെടുത്തു. ആ സ്ഥലത്ത് ഒരു പൈനിയർ വർക്ക് ഞാൻ ആരംഭിച്ചു. മറാഠി ആളുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. വളരെയധികം ചലഞ്ചസ് എന്നെ നേരിട്ടു. പക്ഷെ ആ ചലഞ്ചസുകൾക്കെല്ലാം മധ്യേ കർത്താവിന്റെ കൂടെ നിന്നുകൊണ്ട് ഒരു നല്ലൊരു കൂട്ടത്തെ ക്രിസ്തുവിനോട് നേടുവാൻ കർത്താവിനെ സഹായിച്ചു. പക്ഷെ അവിടെ നിൽക്കുമ്പോഴും എന്റെ ഉള്ളിൽ ഗ്രാമങ്ങളാണ്, ഗ്രാമങ്ങളിലേക്ക് പോകണം. അപ്പൊ ഞാൻ ജനിച്ചത് വളർന്നൊക്കെ കൊഹിമയിലും കോട്ടയം സിറ്റിയിലും ഊട്ടി പട്ടണത്തിലും ഭോപ്പാൽ മെട്രോ സിറ്റിയിലും ബോംബെ മെട്രോ സിറ്റിയിലും ഒക്കെയാണ്. പക്ഷെ എന്റെ ഉള്ളിന്റെ ആഗ്രഹം ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് എനിക്ക് ഡൽഹിയിലേക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഇവിടുത്തെ വർക്ക് വിട്ട് ഡൽഹിയിലേക്ക് പോയി. കാരണം എന്റെ ഉള്ളിൽ ഗ്രാമമാണല്ലോ. ഡൽഹിയിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഹൈസ്കൂളിലെ അധ്യാപകനായിട്ടാണ്. 2 സ്റ്റേറ്റിന്റെ കോർഡിനേറ്റർ ജോലി കിട്ടി. നല്ല പദവി, നല്ല സൗകര്യങ്ങളെല്ലാം. എനിക്കൊരു സബ്ജക്ട് പഠിപ്പിക്കാനും കിട്ടി. ഞാൻ അത് നന്നായി പഠിച്ചു. ആ സബ്ജക്ട് പേര് ആക്ട്സ് 29 എന്നാണ്. അതിനകത്ത് ഒരു ടോപ്പിക് ഉണ്ട്, ഹൗ ക്യാൻ വി ഡു ആൻ എഫക്റ്റീവ് മിനിസ്ട്രി ഇൻ ദി വില്ലേജ്. ഇതൊക്കെ ഞാൻ പഠിച്ചിങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ എന്റെ അടുത്ത് പഠിക്കാൻ വരുന്നതൊക്കെ പാസ്റ്റേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത്. ഒരു ബാച്ച് വന്ന് പഠിച്ചു പോയി. അവർ ഫീഡ്ബാക്ക് തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ സ്റ്റേറ്റ്, അത് ബീഹാറാണ്, അതെന്നെ വിളിക്കുന്നു.
അവർ പറഞ്ഞു, ബീഹാർ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് മിനിസ്റ്റർ ചെയ്യാം. ഒരുപാട് ഗ്രാമങ്ങൾ യേശുവിനെ അറിയാത്തവരായിട്ടുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞത് ഒരു വർഷം ബൈബിൾ സ്റ്റുഡൻസിന് വേണ്ടിയാണെങ്കിൽ എന്റെ ഹൃദയത്തിൽ ആ ഓൾട്ടർ കോൾ ടച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പോയിക്കൊള്ളാം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ ഒന്ന് അയക്കണമേ. കാരണം ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് മാനസികം പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഒരു വില്ലേജ് കാണാത്ത ഞാൻ വില്ലേജ് എങ്ങനെ മിനിസ്റ്റർ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ്. എന്റെ വാക്ക് കേട്ടവർക്കെല്ലാം ദുഃഖം തോന്നി. ഞാൻ നിന്ന് കോളേജ് വലിയ സങ്കടം തോന്നി. അവരെന്നെ അനുവദിച്ചില്ലെങ്കിലും ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്ത് റെസിഗ്നേറ്റ് കൊടുത്ത് നേരെ ഒന്നും കാണാതെ ബീഹാറിലേക്ക് വന്നു. ഞാൻ ബീഹാറിൽ വന്നു കഴിയുമ്പോൾ, ബീഹാറിൽ വരുന്ന മുമ്പ് എനിക്ക് വലിയ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോകേണ്ട സ്ഥലത്തെ കുറിച്ച്, അവിടെയുള്ള ആളുകളെ കുറിച്ച് ഒക്കെ നല്ല സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ യാദൃശ്യമായി എന്റെ ഒപ്പം മുൻപ് ഞാൻ ബൈബിൾ പഠിച്ച ഒരു വ്യക്തിയെ കണ്ടെത്തി. അദ്ദേഹം എന്നെ കോളേജിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു. മാത്രമല്ല എന്നെ ഓർപ്പിച്ചു, ഓർക്കുന്നുണ്ടോ, നമ്മൾ ബൈബിൾ പഠിച്ചത് ഫ്രീ ആയിട്ടാണ് പഠിച്ചത്. ഒരു 2 വർഷം നമുക്ക് ബോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം പറ്റുമെങ്കിൽ അത് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നോക്കട്ടെ, ചെയ്യാം. ഞാൻ അങ്ങനെ അദ്ദേഹത്തിലൂടെ ഇവിടെ ജോയിൻ ചെയ്തു. പെട്ടെന്ന് എന്റെ കോളേജ് ഇൻഫർമേഷൻ കിട്ടി. കോളേജുകാർ എന്നെ വളരെ സന്തോഷത്തിൽ വിളിച്ചു, യു കം ബാക്ക്. അങ്ങനെ ഞാൻ 1 വർഷം ബീഹാറിൽ ഇവിടെ നിന്നു. ആ 1 വർഷം പറയുന്നത് 2008 മുതൽ 2009 വരെയാണ്. അതിനുശേഷം പെട്ടെന്ന് എന്നെ വീണ്ടും ഈ ബോണ്ട് ചെയ്യാൻ വേണ്ടി എന്നെ കോളേജിൽ വീണ്ടും വിളിച്ചു. 2 വർഷത്തെ ബോണ്ട് ചെയ്യണം. ഞാൻ സന്തോഷമായിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവരെന്നെ ബോർഡിന് 2 വർഷം പോലെ 1 വർഷം കൂടി എക്സ്ട്രാ എനിക്ക് നിൽക്കേണ്ട വന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ, നല്ല പൊസിഷൻ, എല്ലാ സൗകര്യങ്ങളും, എവറിത്തിങ് വാസ് ഓക്കെ, എല്ലാം അവിടെ ഉണ്ട്. 1 രൂപയോടെ എനിക്ക് ചെലവ് എനിക്കില്ല. പക്ഷേ അപ്പോൾ എന്റെ മനസ്സ് ഗ്രാമങ്ങളിലേക്ക് വീണ്ടും എനിക്ക് പോകണം, അവിടെ ചെല്ലണം. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞു, പല സ്ഥലങ്ങളിൽ പാക്ക് ചെയ്തു, പല സ്ഥലങ്ങളിൽ ഞാൻ വീടുകൾ മാറി. പക്ഷെ എന്റെ മനസ്സ് ഇപ്പോഴും തൃപ്തമായില്ല. എനിക്ക് തിരിച്ച് മടങ്ങി ചെല്ലണം. അപ്പൊ ഞാൻ ബീഹാറിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വെച്ചിട്ടേ പോയത്, കാരണം എനിക്ക് തിരിച്ച് മടങ്ങി വരണമല്ലോ. പക്ഷെ എന്റെ സ്നേഹിതൻ വിചാരിച്ചു ഞാൻ മടങ്ങി വരില്ല, കാരണം നല്ലൊരു പൊസിഷനിൽ പോയി ആരാ മടങ്ങി വരിക. അദ്ദേഹം എന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ചെയ്തു, മറ്റുള്ളവർക്കെല്ലാം വിതരണം ചെയ്ത് കൊടുത്തു കളഞ്ഞു. എന്നാല് 2012 ഞാൻ ആ ഓർഗനൈസേഷനിൽ നിന്നും വിട്ട് തിരിച്ച് ഞാൻ ബീഹാറിലേക്ക് വന്നു. ഇവിടെ ഞാൻ വരുമ്പോൾ എന്നെ ആ ഓർഗനൈസേഷൻ ഉപേക്ഷിച്ചു എന്ന് പറയാം. കാരണം അവർക്ക് ആവശ്യം അവരുടെ ഓഫീസിലായിരുന്നു, എന്റെ ആവശ്യം ഫീൽഡും. ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാഞ്ഞത് കൊണ്ട് അവരെന്നെ ഉപേക്ഷിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ബീഹാറിലേക്ക് ആദ്യം ബൈസ്കൂളിൽ ഇറങ്ങിയതുപോലെ 2 കുഞ്ഞുങ്ങൾ മാത്രമായി 0 ബാലൻസിലേക്ക് വീണ്ടും വന്നു. വീണ്ടും ഞാൻ ബീഹാർ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു കുറഞ്ഞ പക്ഷേ എന്റെ കമ്പിളിയും വസ്ത്രങ്ങളും അത്യാവശ്യ സാധനങ്ങൾക്ക് അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് വന്നത്. വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല, എല്ലാം അദ്ദേഹം കൊടുത്തു കളഞ്ഞു. ഞാൻ ഒരു പരാതിയും പറഞ്ഞില്ല. ഇപ്പോൾ എന്റെ കയ്യിൽ 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. 3.5 വയസ്സുള്ള ഒരു മോനും 1 വയസ്സുള്ള ഒരു കുഞ്ഞു മോനും, ഭാര്യ. ഇതേ സമയം വന്നിറങ്ങിയപ്പോൾ തണുപ്പാണ്, കൊടുത്തണുപ്പ്, വസ്ത്രങ്ങളില്ല, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, പണമില്ല. അപ്പോൾ ആരോ പറഞ്ഞു, സിലിഗുഡി സ്ഥലത്ത് ഉപയോഗിച്ച തുണികൾ കൊടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയാൽ നമുക്ക് വാങ്ങാം. അങ്ങനെ ഞാന് 2012 സിലിഗുഡിയിൽ പോയി 20 രൂപ, 30 രൂപ, 40 രൂപ വിലയുള്ള പാന്റ്, ഷർട്ട്, 50 രൂപയുടെ ജാക്കറ്റ് ഒക്കെ വാങ്ങി 2012 ശീതകാലം ഞങ്ങൾ കഴിച്ചു. ഇനി അറിയില്ല എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ലഭ്യമാകുമായിരുന്ന ഏറ്റവും നല്ല പൊസിഷൻസ് എല്ലാം ഉപേക്ഷിച്ചു, ഹൈസ്കൂളിൽ ഉപേക്ഷിച്ചു. ഇതിനോടൊപ്പം തന്നെ BTS എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല സ്പോൺസർഷിപ്പോട് കൂടി, സ്കോളർഷിപ്പോട് കൂടി
HBA പഠിക്കാൻ അവസരം കിട്ടി. അത് ഞാൻ ഉപേക്ഷിച്ചു. കാരണം എന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് ഹിന്ദിയിൽ ഗ്രാമങ്ങളിൽ ശുശ്രൂഷിക്കണം, ഹിന്ദിക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യണം. ഈ ഒരു ഒറ്റ ആഗ്രഹമായി ഞാൻ 2008 മുതൽ 2012 വരെ അലയുകയാണ്. അങ്ങനെ എന്റെ ആ ആശ, എന്റെ ആ കോളിങ്ങിലേക്ക് 2012 ഞാൻ വന്നു ചേർന്നു. ഇപ്പൊ ഞാൻ ഫുൾ ഫ്രീ ആണ്. ഇവിടെ മുതൽ ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മുടെ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി ചേർത്ത് എന്നെ ഇൻഡിപെൻഡന്റ് ആക്കി. ഇപ്പോൾ എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. പക്ഷെ കർത്താവ് കൈവിട്ടില്ല. ഞങ്ങൾ വീട് അന്വേഷിച്ച് നടന്നു. ആദ്യത്തെ എന്റെ പ്രശ്നം, വീടില്ല. ടോയ്ലറ്റ് സൗകര്യമുള്ള വീട് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ വീട് അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. വഴിയാത്ര ഒരു യൗവനക്കാരനെ കണ്ടെത്തി. അദ്ദേഹം ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. ഞാൻ കാര്യം പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ചലിയ മേരെ സാത്ത് ഹം ആജ് ആപ്കോ ദിലാ ദേംഗെ. എന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു 35 വീടുകൾ കയറി ഇറങ്ങി ഒരു ബാത്റൂം അറ്റാച്ച് റൂമിന് വേണ്ടി. അവസാനം ഒരു വീട്ടിൽ ചെന്നെത്തി. 3 പെൺകുട്ടികൾ മാത്രമാണ് വീട്ടിലുള്ളത്. അവർ ഭുവനേശ്വരിൽ താമസിക്കുമ്പോൾ അവർക്ക് നല്ല വീടുണ്ട്. അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മുറി ഞങ്ങൾ തരാം, 1500 രൂപ വാടക തരണം. ഞാൻ പറഞ്ഞു സന്തോഷം, കാരണം ടോയ്ലറ്റ് ഉണ്ട് അവിടെ, ഒരു വാഷ്റൂം ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞു സന്തോഷം. എന്നെ കൂട്ടിക്കൊണ്ട് പോയ ആ മനുഷ്യൻ ഒരു ഡെന്റിസ്റ്റ് ആണ്, ഒരു ചെറുപ്പക്കാരനാണ്. എന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോയത്. അതായത് ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെ പോകുന്നുവോ അതുപോലെ എന്റെ കൈക്ക് മുറുകെ പിടിച്ച് എന്നെ കൊണ്ട് പോവുക. സത്യത്തിൽ എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട്. എന്റെ കൈക്ക് അദ്ദേഹം പിടിച്ച് എന്നെ വിടുന്നില്ല. എന്റെ കൈ പിടിച്ചുകൊണ്ട് 35 വീട് കയറി ഇറങ്ങി. എന്റെ കൈ അങ്ങ് വിട്ടില്ല. എനിക്ക് വീട് കിട്ടുന്നവരെ എന്നെ ഒരു പരിചയമില്ലാത്ത അപരിചിതനായ ഒരു യൗവനക്കാരൻ എനിക്ക് ഒരു വീട് അന്വേഷിച്ച് ഞങ്ങൾക്കൊരു വീട് കണ്ടുപിടിച്ച് തന്നു. എനിക്ക് മനസ്സിലായി കർത്താവിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവം എനിക്കായി ഒരുക്കിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു സദാനന്ദ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. 2, ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സാധനങ്ങളും ഇല്ല. അത്യാവശ്യം ചോറ് വെക്കാനുള്ള ഒന്നൊരു കാരണം മാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരു ബാൾട്ടി, ഒരു ബക്കറ്റ് പോലും എൻ്റെ കയ്യിലില്ല. ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പരിമിതമായ സ്ഥലത്ത് താമസിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, ആ വീടിന് ശരിക്കുമുള്ള അടയാറോ ജനലും കഥവും ഒന്നുമില്ല. കാറ്റുള്ളപ്പോൾ കാറ്റ്, തണുപ്പ് കാലത്ത് തണുപ്പ്, വേനൽക്കാലത്ത് വേനല്. മൂന്നാമത്തെ പ്രശ്നം, കുടിവെള്ളം. കുടിക്കാൻ വെള്ളമില്ല. 550 മുതൽ 600 വരെയാണ് വെള്ളത്തിന്റെ TDS ഡെൻസിറ്റി. എന്റെ ഭാര്യയെ പലവട്ടം തിളപ്പിച്ചു, ഊറ്റി, ആറ്റി, പിന്നെ തിളപ്പിച്ചു, ഊറ്റി, ആറ്റി. പക്ഷെ ഈ വെള്ളം എനിക്ക് കുടിക്കാനേ പറ്റുന്നില്ല. ആ വെള്ളം കുടിക്കുമ്പോഴെല്ലാം ആ വെള്ളത്തിൽ എന്ത് ആഹാരം ഉണ്ടാക്കിയാലും എനിക്ക് ലൂസ് മോഷൻ തന്നെ. ചോറിനെല്ലാം മഞ്ഞ കളറാണ്. നിങ്ങൾ അരികൾ പലതും മാറി നോക്കി, കളർ മാറുന്നില്ല. ഈ പ്രതിസന്ധിയിലും ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ താമസിക്കുന്ന വീട്ടിലെ ആ പെൺകുട്ടികൾ 3 സുന്ദരികളായ കുട്ടികളാണെങ്കിലും അവരുടെ മുഖത്തൊരു സന്തോഷമില്ല. അത്യാവശ്യം സാമ്പത്തികം ഉണ്ടെങ്കിലും അവർക്ക് സന്തോഷമില്ല. ഒരു ദിവസം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്തത്? നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ മൂത്ത മോൾക്ക് ശനിദോഷം എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ്. വിവാഹം കിട്ടുന്നില്ല, വിവാഹത്തിന് ആളെ കിട്ടുന്നില്ല. ഇവളെ കല്യാണം കഴിക്കാതെ അടുത്തവളെ കെട്ടിക്കാൻ പറ്റുന്നില്ല. അവിടെ ഏജ് ഓവറായി. 22 വയസ്സ് പറഞ്ഞ അന്നത്തെ കാലം ബീഹാർ ഒരു ഹയസ്റ്റ് ഏജ് ആണ്. ഞാൻ പറഞ്ഞു സാരമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവർ പറഞ്ഞു തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു ഇന്ന് മുതൽ നിങ്ങൾ 3 പിള്ളേർ എന്റെ അടുക്ക് വരാൻ പറഞ്ഞു. അവരെന്റെ അടുക്ക് വിളിച്ചു. ഞങ്ങൾ മുറിയിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു വിശ്വസിക്കുക, നിങ്ങൾ മടങ്ങിപ്പോ മുമ്പ് തന്നെ നിങ്ങൾക്ക് വിവാഹം ഉറയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിക്ക് ഒരു വിവാഹം ഉറച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായി. വർഷങ്ങളായി നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്മേൽ ദൈവം അത്ഭുതമായി ഇടപെടേണ്ടതായി തീർന്നു. ഒരു ചെറുപ്പക്കാരനെ കിട്ടി, ചൊവ്വാദോഷവും നോക്കത്തില്ലാത്ത, ആ കാലത്തും പുരോഗമന ചിന്താഗതിയുള്ള ഒരു ചെറുപ്പക്കാരനെ കിട്ടി. വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബത്തിലുള്ള പയ്യനെ കിട്ടി. അവർക്ക് ഭയങ്കര സന്തോഷം. അവർ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ചുരുക്കി പറഞ്ഞാൽ അവർ വിവാഹം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ
ഒരു മുറിക്ക് പകരം അവർ ഞങ്ങൾക്ക് 2 മുറിയും ഒരു ഹാളും ഒപ്പം അവർ ചോദിച്ച മുഴുവൻ സാധനങ്ങളും, ഫാനുകളും ടേബിളുകളും മേശകളും കട്ടിലുകളും ബക്കറ്റുകളും എല്ലാം ഞങ്ങൾക്ക് തന്നിട്ട് പോയി. അപ്പോഴെനിക്ക് അടുത്ത കാര്യം മനസ്സിലായി, ദൈവത്തിന് ഇവിടെ ഒരു പദ്ധതി ഉണ്ടായി. ശൂന്യതയിൽ നിന്നും സകലത്തെയും ചെയ്യുവാൻ കർത്താവിന് കഴിയും. ഞാൻ പറയുന്നത്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓർഗനൈസേഴ്സ് നിങ്ങളെ കൈവിട്ടാലും കുടുംബം നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾ വളരും. ചതഞ്ഞ ഓട അവന് ചെയ്യത്തില്ല, ഒടിക്കത്തില്ല. അതോ ഞാൻ പാടിയത്, ചതഞ്ഞ ഓട ഓടിക്കയില്ല, പുകയുന്ന തിരിയെ കെടുത്തുകില്ല. ചതഞ്ഞ ഓട ഓടിക്കയില്ല, പുകയുന്ന തിരിയെ കെടുത്തുകില്ല. ജ്യോതിയായവൻ അവനല്ലയോ, ജാഗരിക്കാൻ അവനെ നിത്യവും. അതെ, തകർന്നു പോയെന്ന് തോന്നി, ഞങ്ങളെ ഉടഞ്ഞു പോയെന്ന് തോന്നി, എന്റെ ബാലിശമായ പിടിവാശിതാണെന്ന് തോന്നി. കാരണം ഒരു സംഘടന എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഒരു സംഘടന എന്നെ കൈവിട്ടിട്ടില്ല. ഞാൻ ഇറങ്ങിപ്പോന്നതാണ് എല്ലായിടത്തുനിന്നും. എന്റെ ദർശനത്തോടെ ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. കർത്താവ്, ഞാൻ തകർന്നു പോയോ ചിന്തിച്ച സന്ദർഭമുണ്ട്. പക്ഷെ കർത്താവ് ഇല്ല പോനെ, ആരും എന്നെ കൈവിട്ടാലും ഞാൻ നിന്റെ കൂടിയുണ്ട്. ഇന്ന് എന്റെ സാക്ഷി കേൾക്കുമ്പോൾ ഞാൻ ഒരിക്കലും പറയട്ടെ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ തകർച്ച നേരിട്ടെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ ദർശനത്തിലാണ് നിൽക്കുന്നത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. കർത്താവ് നിങ്ങളുടെ കൂടിയുണ്ട്. അടുത്തത്, നമ്മളിതിൽ കുടിക്കാൻ വെള്ളമില്ല. ഏറ്റവും വലിയ ജീവിത സമസ്യ, ഞങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം നേരിട്ട് അവിടെയാണ്, വെള്ളമില്ല. ഞാന് വിചാരിച്ചു എന്റെ പപ്പയോട് പോയി അല്പം പൈസ ചോദിക്കാം. ആദ്യമായി ഞാൻ വീട്ടിലേക്ക് പൈസ ചോദിക്കാൻ പോവുകയാണ് 2008 ശേഷം 2012. ഞാൻ അവിടെ ചെന്നു കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പപ്പ പറഞ്ഞു, മോനെ എന്റെ ഇപ്പൊ ഒരു 5000 രൂപയുണ്ട്, സോറി, ഒരു 3000 രൂപയുണ്ട്, അതുകൊണ്ട് പറ്റുമോ? ഇനി ഞാൻ പറഞ്ഞ 5000 രൂപയെങ്കിലും വേണം. ഒരു കാര്യം പപ്പയുടെ കൈ വെച്ചു, ഞാൻ പിന്നെ ആവശ്യപ്പെട്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചവിടുന്ന് കയറുകയാണ്. തിരിച്ച് വണ്ടി കയറി. അപ്പൊ അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ എന്റെ കയ്യിൽ ആകെയുള്ളത് ഒരു മാരിഗോൾഡിന്റെ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. പിന്നെ 1 രൂപ വെള്ളവുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ മാരിഗോൾഡ് ബിസ്ക്കറ്റും 10 രൂപ ബിസ്ക്കറ്റും 1 രൂപ വെള്ളവുമായിട്ടാണ് ഞാൻ ഈ ബീഹാറിൽ നിന്ന് കേരളം വരെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിന് 1 വർഷം മുമ്പ് വരെ സെക്കൻഡ് ഡേസിലും തേർഡ് ഡേസിലും യാത്ര ചെയ്ത് ഞാൻ അവിടുന്ന് എന്റെ ദർശനത്തേക്ക് ഇറങ്ങിയപ്പോൾ സാധാരണ സ്ലീപ്പറിൽ 10 രൂപയുടെ ബിസ്ക്കറ്റ് 1 രൂപ വെള്ളവും വഴിയാത്രയിൽ കിട്ടിയ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി വെള്ളം കുടിച്ച് അവിടെ ചെന്നു. ഉദ്ദേശം ഒരു ഇൻവെർട്ടറിനുള്ള പൈസ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഐ മീൻ ഒരു വാട്ടർ ഫിൽട്ടർ ഇൻവെർട്ടർ വേണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, കിട്ടിയില്ല. തിരിച്ച് ഞാൻ വന്ന വഴിക്ക് എന്റെ സ്നേഹിതരുടെ ചർച്ച് ട്രിച്ചിയിലുണ്ട്, അവിടെ ഞാൻ കയറി. അവിടെ ആരാധന കഴിഞ്ഞ് ആരാധന സ്ഥലത്ത് ഞാൻ എന്റെ സാക്ഷ്യമൊന്നും പറഞ്ഞില്ല, വചനം മാത്രമേ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്റെ സാക്ഷ്യം പബ്ലിക്കിൽ പറഞ്ഞ ആദ്യത്തെ പ്ലാറ്റ്ഫോം ഇത്. ഞാൻ വചനം മാത്രമേ പറഞ്ഞുള്ളൂ. വചനം പറഞ്ഞ് ഞാൻ തിരിച്ച് ഇരുന്ന് കഴിഞ്ഞ സമയത്ത്, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ അപ്പച്ചൻ അമ്മച്ചി, ഒരു നിയർ അബൌട്ട് 70 കാണും, എന്നോട് കൊണ്ട് ചോദിച്ചു, എപ്പോഴാണ് പാസ്റ്റർ പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ കാണും, നാളെ പോന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോ വരാം. അങ്ങനെ അവര് വെയിറ്റ് ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്തു. അരമണിക്കൂർ ശേഷം അവർ വന്നു. അവർ എൻ്റെ ഒരു കവർ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സംഭാവനയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവരയച്ചു. ഞാൻ എന്റെ സ്നേഹിതർ പറഞ്ഞു, ഇങ്ങനെ ഒരു അപ്പച്ചൻ അമ്മച്ചി വന്നു, അവരിങ്ങനെ ഒരു കവർ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഷേപ്പൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞ, അങ്ങനെ ഒരു അപ്പച്ചൻ അമ്മച്ചി ഞങ്ങളുടെ ചർച്ചയിൽ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഉണ്ട്, ഇന്ന ഷേപ്പാണ് അവര്, ഇന്ന വസ്ത്രമാണ് ഇട്ടിരുന്നവര്. അവരെന്നോട് സംസാരിച്ചു. അദ്ദേഹം പെട്ടെന്ന് ആലോചിച്ചു, പലരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ആരും അങ്ങനെ ആളെ അറിയത്തില്ലല്ലോ.
അവരെവിടുത്തുകാരെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്നാലും അപ്പച്ചൻ അമ്മച്ചിയും വന്നു. അവരെന്റെ കയ്യില് ഒരു കവറ് തന്നു. ഞാൻ ആ കവറ് അവിടെ വെച്ച് അവരുടെ മുമ്പിൽ തുറന്നപ്പോൾ അതിലൊരു 10,000 രൂപ ഉണ്ടായിരുന്നു. ഒരു ഇൻവെർട്ടർ എനിക്ക് അന്നത്തെ കാലത്ത് 8,000 രൂപയും അതുപോലെ ഒരു ഫിൽറ്റർ എനിക്ക് 2,000 രൂപയും മതി എനിക്ക്. ആ കൃത്യം തുക ഇന്നും ജീവിതത്തിൽ എനിക്കും അറിയില്ല, ആ ചർച്ചക്കാർക്കും അറിയില്ല ഈ അപ്പച്ചനും അമ്മച്ചി എവിടെ നിന്ന് വന്നു, അവരെങ്ങോട്ട് പോയി. ഞാൻ വിശ്വസിക്കുന്ന ഒരു പക്ഷേ സ്വർഗീയ ദൂതന്മാരായിരിക്കാം. ആർക്കും അറിയില്ല, ഇന്നും അറിയില്ല, അവർക്കും അറിയില്ല. എവിടുന്ന് വന്നു, എന്നെ ഒരു കവർ ഏൽപ്പിച്ചു, എങ്ങോട്ടോ മറഞ്ഞുപോയി. മൂന്നാമത്തെ ചടങ്ങ് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് ഇല്ല. അരമണിക്കൂറേ കറണ്ട് ഉള്ളൂ, അത് വന്നാൽ വന്നെങ്കിലായി. നാലാമത്തെ ചടങ്ങ് പറഞ്ഞാൽ മോഷണം. ഒരു സാധനം എങ്ങും വെക്കാൻ പറ്റില്ല, ആളുകൾ മോഷ്ടിച്ചിട്ട് പോകും. അഞ്ചാമത്തെ ചടങ്ങ് പറഞ്ഞാൽ ഒരു നല്ല വസ്ത്രം ഇടാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. അത് പറഞ്ഞാൽ ഞങ്ങൾ നല്ല വസ്ത്രം ഇട്ടാൽ വീട്ടിലെ ആൾക്കാർ കയറി കൊള്ളയടിക്കും. നല്ല വസ്ത്രം ഇടാൻ പറ്റുന്നില്ല, ഒരു ഷൂസ് ഇടാൻ പറ്റുന്നില്ല, ചപ്പലിടുകയാണ്. 5, യാത്രയ്ക്ക് സൗകര്യങ്ങളില്ല, വഴികളില്ല. 10 കിലോമീറ്റർ ഒക്കെ പോകണമെങ്കിൽ 1-2 മണിക്കൂറൊക്കെ താണ്ടണം. അടുത്ത ഒരു സൈക്കിൾ ഇല്ല. അങ്ങനെ ഒരു സൈക്കിൾ ഒരു ദിവസം എനിക്ക് തന്നു. ഞാൻ ആ സൈക്കിൾ ഉപയോഗിച്ച് 8 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 30 കിലോമീറ്റർ സൈക്കിളിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഒരു ദിവസം ആ സൈക്കിൾ വീട്ടിൽ നിന്ന് അത് മോഷണം പോയി. അപ്പോൾ സൈക്കിളും ഇല്ല. വീണ്ടും ഞങ്ങൾ നടക്കുകയാണ്, വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ പൈസയും തീർന്നു. ഇനി എന്റെ കയ്യിൽ ഒരു 10 രൂപ പോലും ബാക്കിയില്ല. ആ സിറ്റുവേഷനിൽ ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോൾ ദൈവം എന്നോട് ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം ഇങ്ങനെ ഇംഗ്ലീഷിലാണ് ഞാൻ ശബ്ദം കേൾക്കുന്നത്, വാട്ട് യു ഹാവ്, നിന്റെ കയ്യിൽ എന്ത് ഉണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞ, കർത്താവ് എന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ ഒന്നുമില്ല, എന്റെ എല്ലാം തീർന്നു, എല്ലാം തീർന്നു. പക്ഷെ ഞാൻ ആ ശബ്ദം കേട്ടു, നിന്റെ കയ്യിൽ എന്തുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ ഞാനിങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-2 ഞാൻ കണ്ടു. എലീശ ആ വിധവയായ സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ടെൽ മീ വാട്ട് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്സ്. പറയുക, നിന്റെ കയ്യിൽ എന്തുണ്ട്, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിനോട് എന്തോ ചോദിക്കുകയാണ്. എനിക്ക് എപ്പോഴും മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ കണ്ടു പറഞ്ഞു, പാസ്റ്റർ എന്റെ വൈഫിനെ കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആക്കിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ആക്കിക്കോട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പോരെ. അദ്ദേഹം ഞാൻ താമസിച്ച വീട്ടിൽ വന്നിട്ട് അദ്ദേഹം വളരെ വിഷമിച്ചു. കാരണം ഞാൻ താമസിക്കുന്ന ഒരു 3 നില വീടിന് മുകളിൽ ഒരു ടിൻ ഷീറ്റ് ഇട്ട ഒരു മുറിക്കകത്താണ് താമസിക്കുന്നത്. വേനൽക്കാലത്ത് അതിഭയങ്കരമായ ചൂട്, തണുപ്പ് കാലത്ത് തണുപ്പുണ്ടാവും. ചൂടുകാലമാണ്, ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ വൈഫ് സ്റ്റെയർകേസിലാണ് ഇരിക്കുന്നത്. രാത്രികാലം അതിഭയങ്കര കാറ്റുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾ അറിയാറ് പോലുമില്ല. ഞങ്ങൾ വാതിൽ 2 പേര് തള്ളിപ്പിടിച്ച് ഇങ്ങനെ വാതിൽ നീക്കും. ടിൻ ഷീറ്റാണ്. ആ വീട് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ എങ്ങനെ നിങ്ങൾ താമസിക്കും, ഇവിടെ എങ്ങനെയാ ഞാൻ ഭാര്യയാക്കും? എന്നോട് ചോദിച്ചു, സാറിന് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഇല്ലേ, കുഞ്ഞുങ്ങളെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ നല്ലൊരു ബിസിനസ്സുകാരായിരുന്നു, ജോലി ഉപേക്ഷിച്ച് ഞാൻ കർത്താവിനോട് ഇറങ്ങിയതാണ്, അതുകൊണ്ട് ഇനി എനിക്ക് ജോലി ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല, കർത്താവ് എന്നെ സഹായിക്കുന്നു. അദ്ദേഹം എന്നെ പറഞ്ഞു, ഞാൻ കേട്ടില്ല, മടങ്ങിപ്പോയി. വീണ്ടും ചില ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ദിവാസിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ അക്കൗണ്ട് നമ്പർ തരാമെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ? ഒരു ആവശ്യമുണ്ട്, എന്റെ അക്കൗണ്ട് മേടിച്ച്. എന്നെ ഒരിക്കലും മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 രൂപ ഇട്ട് തന്നു. അപ്പോൾ എന്റെ താൽക്കാലിക ആവശ്യങ്ങൾക്കെല്ലാം പൈസ വന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ തുടർന്ന് അദ്ദേഹം ഒരു അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടല്ലോ, എന്തുകൊണ്ട് കുറച്ച് സമയത്തെങ്കിലും ഇവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൂടാ? അപ്പോഴാണ് ഞാൻ ശരിക്കും എന്നോട് കേട്ട ദൈവശബ്ദത്തെ എനിക്ക് ഓർമ്മ വന്നത്.
നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്റെ കയ്യിൽ പണമില്ലപ്പ, പക്ഷെ വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്. 15 വയസ്സ് മുതൽ ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാനൊരു നല്ല മാത്സ് ടീച്ചറായിരുന്നു സ്കൂളിൽ, കോട്ടയം കേരളത്തിൽ വെച്ച്. തുടർന്ന് ഞാൻ ബൈസ്കൂളിൽ വെച്ച് എന്നെ കർത്ത ഇംഗ്ലീഷ് നന്നായി പഠിപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്റെ കയ്യിലുള്ള ഈ താലന്തിനെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ റിയലൈസ് ചെയ്തു. ഞാൻ പറഞ്ഞു, യെസ് അപ്പ, ഞാൻ ചെയ്യാം. അങ്ങനെ 2013 ഞാൻ ആദ്യമായിട്ടൊരു കോച്ചിങ് സെന്റർ തുടങ്ങി. ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞൊരു സെന്റർ തുടങ്ങി. ആദ്യ ദിവസം ആരും വന്നില്ല, രണ്ടാം ദിവസം ആദ്യം വന്നില്ല. ഒരാഴ്ച കഴിയുമ്പോൾ ഒരാൾ വന്നു, പിന്നെ 2 പേര് വന്നു, 3 പേര് വന്നു. അങ്ങനെ അവർക്ക് ഞാൻ 50 രൂപ ഫീസ് വെച്ചു ഒരു മാസം. അത് ചിലരുടെ പൈസയില്ല, ചിലരുടെ പൈസയുണ്ട്. ഞാൻ അവരെ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ക്ലാസ് പഠിപ്പിച്ച് എനിക്ക് ഈ ആളുകളുമായി ബന്ധമുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ ഡൽഹിയിൽ വെച്ച് തന്നെ കണ്ടെത്തിയ ആ ഗ്രാമങ്ങളിലെ പേരും ആ സ്ട്രാറ്റജിയും വെച്ച് എന്റെ ഏറ്റവും അടുത്തുള്ള ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്ത് ഞാനും വൈഫും പ്രെയർ വോക്ക് ചെയ്യാൻ തുടങ്ങി. പ്രെയർ വോക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, പ്രെയർ ജമ്പ് എന്ന് വേണേൽ പറയാം. കാരണം വഴിയില്ല, ഉള്ള വഴിയിലാകട്ടെ എല്ലാം മോശമായി കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ ചാടി ആ ഗ്രാമത്തിന് ചുറ്റും നടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു വരും. ആരുമായിട്ട് ബന്ധമില്ല. എന്റെ ക്ലാസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയം എന്റെ വീടിന് അടുത്തുള്ള ഒരു കടക്കാരൻ എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ എവിടുന്ന് ആഹാര സാധനമൊക്കെ മേടിക്കും? ഞാൻ പറഞ്ഞ്, കിട്ടുന്നിടത്തും മേടിക്കും. അദ്ദേഹം എന്നോട് എന്റെ കടയിൽ മേടിച്ചുകൂടാ. ഞാൻ പറഞ്ഞു, എന്റെ ഈ പൈസയില്ല. അദ്ദേഹം ചോദിച്ചു, പൈസ ആര് ചോദിച്ചു? നിങ്ങളുടെ പൈസ ഉള്ളപ്പോ തന്നാ മതി, എപ്പോഴെങ്കിലും തന്നാ മതി. എനിക്ക് മനസ്സിലായി, കർത്താവിന് ഇവിടെ എന്നെ നിർത്താൻ പദ്ധതി ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആഹാര സാധനം തരാനും ആളുണ്ട്. ഞാൻ താമസിച്ച വീട്ടുടമസ്ഥ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എങ്ങും പോകണ്ട കേട്ടോ, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചാൽ മതി, നിങ്ങളുടെ ഈ പൈസ ഉള്ളപ്പോ തന്നാൽ മതി. എന്നൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് ഇതിനെ കുറിച്ചൊരു പദ്ധതി ഇവിടെ ഉള്ളത് കൊണ്ട് ജാതികളെ ആളുകളെ എനിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ 2013 ക്ലാസ് ആരംഭിച്ചു. ആ ക്ലാസ്സിലൂടെ ഞാനിങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വരികയാണ്. ആ ക്ലാസ്സിലൂടെയാണ് ഞാൻ കുഞ്ഞുങ്ങളോട് യേശുവിന്റെ സ്നേഹത്തെപ്പറ്റി എനിക്ക് പകരാൻ കഴിഞ്ഞത്. ഞാൻ പ്രസന്റൻസും പാസ്റ്റൻസും ഒക്കെ അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞത് ഈ നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് തന്നെയായിരുന്നു. അതിലൊരു സ്റ്റോറി വായിച്ച് പ്രസന്റൻസ് നിങ്ങൾ കണ്ടെത്തുന്നത് അണ്ടർലൈൻ ചെയ്ത് വരാൻ പറയും. അവർ കൊണ്ടുവരും, ഞാൻ ചെക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കും, മനസ്സിലാക്കാത്ത ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അതെല്ലാം ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു, സ്റ്റോറീസ് ആയിരുന്നു. നൈതിക സിദ്ധാന്തങ്ങൾ ഇന്ത്യയിൽ പറയും. ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ നമ്മുടെ പ്രതിബദ്ധത എന്താണ്, മാതാപിതാക്കളുടെ പ്രതിബദ്ധത എന്താണ്, സത്യം സംസാരിക്കേണ്ട ആവശ്യം എന്താണ്, ഒരു ജോലി വാങ്ങേണ്ടതിന്റെ ആവശ്യം എന്താണ്, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനിടയായിരുന്നു. എന്നെ കുറിച്ചുള്ള കീർത്തി ഈ പല സ്ഥലങ്ങളും എത്തി. നാനാ ജാതിയിലും മതസ്ഥിരമായ ആളുകളെ എന്റെ അടുക്കൽ വരാൻ തുടങ്ങി. ഈവൻ മോസ്കുകളിൽ പോലും വിളിച്ച് ഈ ക്ലാസ് എടുക്കാൻ എന്നെ കൊണ്ടുവരിടയായി ചേർന്നു. പല കമ്മ്യൂണിറ്റികളിലും എന്നെ കൊണ്ടുവരിടയായി ചേർന്നു. പല ഗ്രൂപ്പുകൾ എന്നെ വിളിച്ചു അവരുടെ ഇപ്പോൾ ക്ലാസ്സിൽ എടുക്കാൻ. അപ്പോൾ സമൂഹത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ എന്തായിരിക്കണം, മാതാപിതാക്കളുടെ കടപ്പാട് എന്തായിരിക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ബൈബിളിനെ ആസ്പദമാക്കി അവരുടെ സംസാരിക്കിടയായി ചേർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒരു അസൈൻമെന്റ് കൊടുത്തു, റൈറ്റ് ഓൺ 5 sentences about God. ദൈവത്തെ കുറിച്ച് 5 സെന്റൻസ് എഴുതി വരാൻ പറഞ്ഞു. പലതും എഴുതി. ഒരു കുട്ടി എഴുതി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. ഒരാൾ എഴുതി, ഞാൻ ദൈവത്തെ അന്വേഷിച്ച് നടന്നു, കണ്ടുകിട്ടിയില്ല. അവിടെ നിന്നാണ് എന്റെ മിനിസ്ട്രിയുടെ അടുത്ത സ്റ്റെപ്പ് ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നീ കണ്ടെത്താത്ത, എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ തേടി ഒരു ദൈവമുണ്ട്. ഈ താളലോകത്തേക്ക് ഇറങ്ങി വന്ന, മഹത്വത്തെ വെടിഞ്ഞ, മനുഷ്യനായി തീർന്ന്, മനുഷ്യന്റെ എല്ലാ വേദനകളും കടന്നുപോയി, മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച്, മനുഷ്യരുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിതേറ്റ ഒരു കർത്താവിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. ദൈവം ഹൃദയത്തിൽ പെട്ടെന്ന് അവനെ സന്ദർശിച്ചു. ഞാൻ പല സ്ഥലങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് തന്നവരായിരുന്നു, കണ്ടെത്തിയില്ല. കൃത്യമായി പറഞ്ഞാൽ ആ പയ്യൻ ഞാൻ പ്രാർത്ഥിച്ച, ഞങ്ങൾ പ്രെയർ വോക്ക് ചെയ്ത അതേ വിജയം തന്നെയായിരുന്നു.
ആ കമ്മ്യൂണിറ്റി, ഏത് കമ്മ്യൂണിറ്റിക്ക് ഞാൻ പ്രാർത്ഥിച്ചോ അതിനും തന്നെയായിരുന്നു അവിടുന്ന് ഞങ്ങളുടെ സഭയുടെ ആരംഭം, ചർച്ചിന്റെ ആരംഭം ഉണ്ടായി. എന്നാൽ 2018 വരെയുള്ള കാലഘട്ടം എന്റെ കോച്ചിങ് നന്നായി നടന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ നല്ലതായിട്ട് ഞാൻ അവർക്ക് നല്ലൊരു മാതൃകയായിരുന്നു, നല്ല മോഡലായിരുന്നു. വചനം മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് NIT സിദ്ധാന്തങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. സമൂഹത്തിൽ വീട്ടിലൊക്കെ അവർക്ക് നല്ല പേരുകളുണ്ടായി. പക്ഷേ 2018 എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടായി, വലിയൊരു വേദന ഉണ്ടായി. ആ വേദനയോട് പറഞ്ഞിട്ട് ഞാൻ എന്റെ സാക്ഷ്യം അവസാനിപ്പിക്കാം. ഏകദേശം ഞാൻ തുടർമാനമായി 13 വർഷം ഇപ്പോൾ ആയിരിക്കുന്നു. 2018 ഞാൻ 10 വർഷം കഴിഞ്ഞിരുന്നു. ഈ 10 വർഷം കഴിഞ്ഞ് ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് വെറും 8 പേരാണ്. 10 വർഷത്തെ എന്റെ ഔട്ട്പുട്ട് വെറും 8 പേരാണ്. അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു, ഒരുപാട് വേദനിപ്പിച്ചു. എന്റെ ചലഞ്ചുകൾ എന്നെ വേദനിപ്പിച്ചില്ല. ചലഞ്ചുകൾ എന്തൊക്കെയായി? ഒരുപാട് ചലഞ്ചുകൾ കടന്നുപോയി. പണമില്ലാത്ത നാളുകൾ, ആഹാരത്തിന് ബുദ്ധിമുട്ടിയ നാളുകൾ, വസ്ത്രമില്ലാത്ത നാളുകൾ, വീടില്ലാത്ത നാളുകൾ, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത സമയങ്ങൾ, നല്ല വെള്ളമില്ലാത്ത സമയം, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയം, മെഡിസിൻ ഇല്ലാത്ത സമയം, ഡോക്ടർമാർ MBBS ഡോക്ടർമാർ ഈ ദേശത്ത് പോലും ആ സമയങ്ങളിലില്ല, നല്ലൊരു റോഡില്ല, നല്ലൊരു ഡ്രസ്സ് ധരിക്കാൻ കഴിയാത്ത അവസ്ഥ. മാത്രമല്ല ഒരുപാട് അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളൊക്കെ ഉണ്ടായി. കാരണം എന്റെ വൈഫ് ആഭരണം ഉപയോഗിക്കാത്തത് കൊണ്ട് പലരും അതൊരു വേശ്യയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പലവട്ടം ഞങ്ങളെ സമീപിക്കുകയും ആ നിലയിൽ ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ ചലഞ്ചുകൾക്കൊന്നും എന്നെ പിന്നോട്ടിരിക്കാൻ കഴിഞ്ഞില്ല. ഈ ചലഞ്ചുകൾക്കൊന്നും എന്നെ ഞാൻ നിൽക്കുന്ന മണ്ഡലത്തിൽ നിന്നും മാറ്റിക്കളയുവാൻ കഴിഞ്ഞില്ല. അതിനെല്ലാം ഞാൻ സന്തോഷത്തോടെ ഞാൻ അതിനെ അഭിമുഖീകരിച്ചു. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഔട്ട്പുട്ട് വളരെ ചുരുക്കമായിരുന്നു. അപ്പൊ ഞാൻ കർത്താവേ, എന്റെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയോ? എന്റെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയോ? ഞാൻ എടുത്ത സ്റ്റെപ്പുകൾ തെറ്റായിപ്പോയോ? ഞാൻ ആ വൈഫിനോട് പറഞ്ഞു, മതി, നമുക്ക് ഇനി മടങ്ങിപ്പോകാം. കാരണം ഇത്രയും ചലഞ്ചുകൾ നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടും ഔട്ട്പുട്ട് ഇല്ലല്ലോ നമുക്ക്. അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം. എന്റെ വൈഫിനോട് പറഞ്ഞത്, ഇല്ല, ആ ദൈവശബ്ദമല്ല, ഇതുവരെ കേട്ട ദൈവശബ്ദമാണ്, പക്ഷെ ഇപ്പോൾ കേട്ട ദൈവശബ്ദമല്ല. നമ്മൾ മടങ്ങിപ്പോന്നെങ്കിൽ വിജയശ്രീലാറ്റരായി ജയിച്ചവരായി മടങ്ങിപ്പോവും, പരാജയപ്പെട്ടവരായി മടങ്ങിപ്പോകുന്നില്ല. ഞാൻ വീണ്ടും ദൈവത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവെ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നിങ്ങൾ വേറിട്ട് എന്റെ അടുക്കൽ അല്പസമയം ഇരിക്കുക. ഞങ്ങളൊരു 40 ദിവസം വേറിട്ട് ദിവസം ഇരിക്കാനിടയായി തീർന്നു. ആ 40 ദിവസത്തെ സമയം ദൈവം ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഞാൻ എന്റെ കോച്ചുകളൊക്കെ അവധി കൊടുത്ത് ഒരു 40 ദിവസം ദൈവമായി ഇടപെടാനിടയായി തീർന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതുവരെ ഞാൻ പ്രവർത്തിച്ചല്ല എന്റെ ബുദ്ധിയിലും ശക്തിയിലും എന്റെ കഴിവിലും മാത്രമായിരുന്നു. പരിശുദ്ധാത്മാവിൽ എനിക്കൊരു ആശ്രയം ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവ് എന്റെ ഒപ്പം വളരെ സൈലന്റ് ആയിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി, ഇവിടെയൊക്കെ ഞാൻ എന്റെ ബുദ്ധി മാത്രമാണ് ഉപയോഗിച്ചത്, എന്റെ കഴിവ് മാത്രമാണ് ഉപയോഗിച്ചത്. ആ കഴിവിലും ബുദ്ധിയിലും ആഹാരം കഴിച്ചുപോയി. പക്ഷെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ച ആ നിലവാരത്തിലേക്ക് എത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ തെറ്റുകൾ തിരിച്ചറിയ, കർത്താവെ എന്നോട് ക്ഷമിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിലേക്ക് പൂർണ്ണമായി ഞാൻ ആശ്രയിക്കേണ്ടതായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും അവന്റെ ബലത്തിലും ആശ്രയിക്കേണ്ടതായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു സന്ദേശം തയ്യാറാക്കി. ആ സന്ദേശം ഇങ്ങനെയാണ്: 2-3 പേർ നിന്റെ നാമത്തെ കുറിച്ചൊക്കെ ഞാൻ ഉണ്ട് എന്ന് ആലോചിച്ച ദൈവത്തിന്റെ ആ വചനമായിരുന്നത്. ആ വചനം ഞാൻ തയ്യാറാക്കി പ്രസംഗിക്കാനായിട്ട് ഞാൻ ചർച്ചയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധമ്മ എന്റെ ഉള്ളിൽ ചോദ്യം ചോദിച്ചു, ഇന്ന് നീ ഈ വചനം സംസാരിക്കുമ്പോൾ നിന്റെ ഭാര്യ വിശ്വസിക്കും, നിന്റെ മക്കൾ വിശ്വസിക്കും, പക്ഷെ പൂജ കടന്നു വരുമ്പോൾ എങ്ങനെ വിശ്വസിക്കും ഇവിടെ ദൈവമുണ്ട് എന്ന്? എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, അവനുമായൊരു എൻകൗണ്ടർ ഇല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അന്നു മുതൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവ് ശക്തിയിലും ആശ്രയിക്കാൻ തുടങ്ങി. അന്നു മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യെഹെസ്കേൽ 47-ാം അധ്യായം എനിക്ക് വളരെ പ്രചോദനകരമായ ഒരു അധ്യായമാണ്.
ആരാധനാലയത്തിന്റെ ഉമ്മരപ്പടിവാതികളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ചെറിയ ഒരു അരുവി, അത് പുറപ്പെട്ട് നദിയായി തീർന്നു. ആ നദി ചെന്ന് ചേരുന്നതൊക്കെയും ഉപ്പ് പഠനകൾക്ക് വിട്ടിരുന്ന സ്ഥലങ്ങളും കയ്പ് വെള്ളങ്ങളെല്ലാം മധുരമായി തീർത്തു. ആ നദി നമ്മുടെ അകത്ത് പുറപ്പെടണം. ജീവന്റെ നദി എന്റെ അകത്ത് പുറപ്പെടണം. ദാഹിക്കുന്നവരൊക്കെ എന്റെ അടുക്കൽ വരണം, എന്നിൽ നിന്ന് കുടിക്കണം. അവരുടെ ഒരു ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹത്തെ ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു നദി എന്റെ അകത്ത് പുറപ്പെടണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ നദി പുറപ്പെട്ടാൽ ആ നദിയിലേക്ക് ജീവനുള്ള മത്സ്യങ്ങൾ വന്നു ചേരുമെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, എന്റെ സാക്ഷ്യങ്ങൾ ഒരുപാട് കാര്യം ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. എന്റെ ദുഃഖകഥകൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാം. അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തു. സുവിശേഷ വേലയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടെങ്കിൽ, ഒരു സംഘടന നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, നിങ്ങൾ ആരും സഹായിപ്പാൻ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്റെ സാക്ഷ്യം. നിങ്ങൾ ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് ഇന്നും ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ, ജയകരമായ ക്രിസ്തുജീവൻ നിങ്ങൾക്കില്ല എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ സാക്ഷ്യം. എന്റെ ദുഃഖകഥകൾ പറയാനും മാത്രമല്ല, ഇതൊരു ചലഞ്ചാണ്. എന്നെപ്പോലെ ആരെങ്കിലും ചിന്തിക്കുന്നുവോ, നിങ്ങൾ മിനിസ്റ്റർ റിസൾട്ട് ഇല്ല എങ്കിൽ ഒന്ന് ഫോഴ്സ് ചെയ്യുക, ഒന്ന് നിൽക്കുക. ഈ 2026 പ്രാരംഭത്തിൽ ഒന്ന് നിൽക്കുക. എവിടെയാണ് നമ്മുടെ വീഴ്ച? ഞാൻ പണത്തിൽ മാത്രമാണ് ആശ്രയിച്ചത്? എന്റെ കഴിവിൽ മാത്രമാണ് ആശ്രയിച്ചത്? എന്റെ സംഘടന മാത്രമാണ് ആശ്രയിച്ചത്? എന്റെ കുടുംബത്തെ മാത്രമാണ് ഞാൻ ആശ്രയിച്ചത്? ഇതൊക്കെ വേണം. എങ്കിലും എല്ലാത്തിനുപരി പരിശുദ്ധാത്മാവിലേക്ക് ഒന്ന് ആശ്രയം വെച്ചാൽ ഉയരങ്ങളിൽ നിന്നും അവൻ നമുക്കൊരു വഴികൾ തുറന്നു തരും. 2018 എന്റെ ആ വിചിന്തനം എന്നെ അടുത്ത ലെവലിലേക്ക്, എന്നെയും എന്റെ ശുശ്രൂഷയിലെയും ദൈവം ലിഫ്റ്റ് ചെയ്യാനിടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിച്ചതോടെ തന്നെ പിന്നെ ഞാൻ ആത്മാക്കൾ തപ്പി നടന്നില്ല. പിന്നെ ഞാൻ ആത്മാക്കൾ തേടിപ്പോയില്ല. പകരം ആത്മാക്കൾ ഇങ്ങോട്ട് എന്നെ തപ്പി വരാൻ തുടങ്ങി. ഞങ്ങളെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. ഞങ്ങൾ നിൽക്കുന്ന ആ പട്ടണത്തിന്റെ 4 സൈഡുകളിൽ നിന്നും കിലോമീറ്റർ ദൂരങ്ങളിൽ നിന്നും ആളുകൾ തേടി വരാൻ തുടങ്ങി. നമ്മുടെ അകത്ത് നിന്നും പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകിയാൽ ആത്മാക്കൾ മീനുകളെ പോലെ ഒഴുകി വരാനിടയെ തീർന്നു. 2008 എന്റെ ദർശനം. 2018 വരെയുള്ള 20 വർഷക്കാലം എനിക്ക് യാതൊരു നിലയിലും ആ ദർശനത്തിൽ കയറാൻ കഴിയാതിരുന്നപ്പോൾ 2018 പരിശുദ്ധാത്മാവ് എന്നെ കൈ പിടിച്ച് എന്റെ ദർശനത്തിലേക്ക് എന്നെ കൊണ്ടുവരികയായി തീർന്നു. ഇന്ന് സഭയുടെ വളർച്ചയെ കുറിച്ച് എനിക്ക് അധികം പറയാൻ കഴിയത്തില്ല. എങ്കിലും ഒന്നെനിക്ക് പറയാം, ഞാൻ കണ്ട ദർശനത്തിലേക്ക്, ജയകരമായ ക്രിസ്തു ജീവിതത്തിലേക്ക്, ഒരു ശുശ്രൂഷയിലേക്ക് കയറാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചു. നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാം, ഞങ്ങളെ കാണാം, ഞങ്ങളോടൊപ്പം താമസിക്കാം. ഉറപ്പാണ്, ഒരു ദർശനം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ദർശനത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കും. തീർച്ചയായിട്ടും അവൻ നമ്മുടെ കൈ പിടിച്ച് ആ ദർശനത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കും. ചലഞ്ചസ് ജീവിതത്തിൽ ഉണ്ടാവാം. ആ ചലഞ്ചസ് ഒരിക്കലും നിങ്ങൾ പതറിപ്പോകരുത്. പകരം പറ, കർത്താവേ, എനിക്ക് വേണ്ടി ഉയരത്തുനിന്നും ഒരു വാതിൽ തുറക്കണമേ എന്ന് കർത്താവിന്റെ പറയണം. ആ കർത്താവിന്റെ കരം പിടിച്ച് നമ്മെ നടത്തുക തന്നെ ചെയ്യും. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറിപ്പോകാം. എന്നെ കൊന്നാലും പ്രശ്നമില്ല, ഓടിച്ചു വിട്ടാലും പ്രശ്നമില്ല. കാരണം ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ച എല്ലാ മേഖലകളിലും എത്തിച്ചേരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ഇന്ന് നിങ്ങൾ പങ്കുവയ്ക്കുന്നത് ജയകരമായ ജീവിതത്തിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ്. എന്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എന്റെ ശൂന്യത ഞാൻ പങ്കുവെച്ചു. എന്റെ നിറവിന്റെ അനുഭവങ്ങൾ ഞാൻ പൂർണ്ണമായി ഇവിടെ പങ്കുവയ്ക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നു. അവൻ എന്നെ ഉപേക്ഷിച്ചില്ല. ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ
ഒരുപാട് വാതിലുകൾ കർത്താവ് തുറന്നു തന്നു. ശുശ്രൂഷകൾക്കായി പല സ്ഥലങ്ങളിൽ കർത്താവ് തുറന്നു തന്നു. പല ആളുകളെ കർത്താവ് തന്നു. ഞങ്ങൾ ഈ വർഷം ഒരു ട്രെയിനിങ് സെന്ററിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് അത് ഞങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം. ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വേറെ സ്ഥലങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയ്സ് ടിവിയുടെ എല്ലാ നല്ല ഉദ്യമങ്ങൾക്കും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്റെ സാക്ഷ്യങ്ങളിൽ ഞാൻ ആരെങ്കിലും പേരുകളോ ഒക്കെ പ്രതിപാദിക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. ആ ഏതെങ്കിലും തരത്തിൽ ഞാൻ ആരെങ്കിലും എന്റെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം. എന്റെ ജീവിതത്തിന്റെ പച്ചയായിട്ട് മാത്രമായി നിങ്ങളോട് പറഞ്ഞത്. എന്റെ സാക്ഷ്യത്തിൽ പല നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ കുറെ എഫ്രയമായി, വളർച്ചയുടെ വർഷമായി, അനുഗ്രഹങ്ങളുടെ വർഷമായി, ഉയർച്ചയുടെ വർഷമായി കർത്താവ് മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം കർത്താവിൻ്റെ ദാസനിലൂടെ കേൾക്കുവാനായിട്ട് ഇന്ന് പകലിലും കർത്താവ് നമുക്ക് കൃപ ചെയ്തു. ദൈവം പ്രിയപ്പെട്ടവനെ കൊണ്ട് ഈ നാളുകളിൽ ചെയ്യിച്ചെടുക്കുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. തുടർന്നും പരസ്പരം കർത്താവിൻ്റെ വേലയെക്കുറിച്ച് പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഓക്കെ, ദൈവത്തിന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ജോയ്സ് ടി എന്ന ഈ ടിവിയുടെ മാധ്യമത്തിലൂടെ ഞങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഈ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നതിനെ നന്ദി പറയുന്നു. ജോയ്സ് ടിവിയുടെ എല്ലാ ഭാരവാഹികൾക്കായി ശിവദാസന്റെ കുടുംബത്തിനായി ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് അടിയന്റെ സാക്ഷ്യം കർത്താവെ ചിലത് മാത്രം പങ്കുവെക്കേണ്ടതായി തീർന്നു. എനിക്ക് പറയാൻ പറ്റുന്ന ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ കർത്താവ് നീതിയോടെ ഞാൻ ഇന്ന് പകൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു. കർത്താവെ, എന്റെ ഉള്ളിൽ ആഗ്രഹം ഈ സാക്ഷ്യം ചിലരെങ്കിലും ഒന്ന് സ്പർശിക്കണം. ചതഞ്ഞു എന്ന് തോന്നിയ, മുട്ടഞ്ഞു എന്ന് തോന്നിയ, തകർന്നു എന്ന് തോന്നിയ, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്ന് എവിടെയോ ഒക്കെ പതറി നിൽക്കുന്ന ആളുകൾ ഹൃദയത്തിൽ ഇന്ന് ഒരു അഗ്നിസ്ഫുടമായി, ഒരു അഗ്നി നാമ്പായി ഇന്ന് അവരുടെ ഉള്ളിൽ ചലിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഇടപെടണമേ. ഞങ്ങളുടെ ശക്തിയിലോ കഴിവിലോ ബുദ്ധിയിലോ പണത്തിലോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് അല്ലാതെ ഞങ്ങളെ ഉയർത്തുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ അല്ലാതെ ഞങ്ങൾ ദർശനത്തിലേക്ക് ഞങ്ങൾക്ക് ചെന്നെത്തുവാൻ കഴിയത്തില്ല. ജോസഫിനെ പോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അതിന് മധ്യയും തന്റെ സ്വപ്നത്തെ, ദർശനത്തെ മറക്കാതിരുന്നത് പോലെ ഞങ്ങൾക്ക് ആ ദർശനത്തെ മറക്കാതിരിക്കത്തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടെ അങ്ങനെ കരകേൽപ്പിക്കുന്നു. എന്നോടൊപ്പം ഈ സാക്ഷ്യം ശ്രമിച്ച എല്ലാ ദൈവമക്കളെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധ നാമത്തിന് ബ്ലസ് ചെയ്യുന്നു. ജോയ്സി ടിവിയെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അതിന്റെ എല്ലാ പ്രവർത്തകരെയും ബ്ലസ് ചെയ്യുന്നു. ഈ പുതുവർഷം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വർഗീയ ആത്മീയ ഭൗതിക നമ്മളാൽ സ്വർഗം നിറച്ചാട്ടെ. യേശുവിൻ പ്രാർത്ഥന നടക്കണം. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.